അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ അനുഗ്രഹീതമായ നല്ല പകലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, കർത്താവിൻ്റെ സഭയുടെ സീനിയർ ശുശ്രൂഷകൻ പാസ്റ്റർ TM കോശി അവറുകൾ, ഇന്ന് പകലത്തെയും രാത്രിയിലത്തെയും ദൈവജന ശുശ്രൂഷയ്ക്കായി ദൈവസഭയുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന അനുഗ്രഹീതനായ കർത്തദാസൻ ഡോക്ടർ രാജു കെ തോമസ് അവർകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യരായ വാത്സല്യ പിതാക്കന്മാർ, മാതാക്കൾ, കർത്തദാസന്മാർ, എല്ലാവരും, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുകയും നിങ്ങളെല്ലാവരെയും ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഒന്നാമത് പകൽ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. സാറിന് കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും പ്രസംഗിക്കാൻ സമയം വേണം. അത്രയ്ക്ക് ഡീപ്പായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു അനുഗ്രഹീതനായ ഒരു കർത്തദാസനാണ്. പ്രിയ സാറിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകലും രാത്രിയിലും നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയുടെ ലേക്ക് കർത്താവിൻ്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകമുള്ള വന്ദനത്തെയും ഈ സമയം അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ, വളരെ പ്രതീക്ഷയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. പ്രിയ സാറിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ ദാസനെ എനിക്ക് ശുശ്രൂഷകൾക്കായി പരിചയപ്പെടുത്തുവാനൊക്കെ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. സാർ പ്രസംഗിക്കുന്ന അതേ വേദികളിൽ എനിക്കും പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകിയിട്ടുണ്ട്. അതൊക്കെ നന്ദിയോടെ ഓർക്കുന്നു. ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാരി NLBSൻ്റെ ചെറുവയ്ക്കൽ ബൈബിൾ സെമിനാരിയുടെ പ്രിൻസിപ്പളായും ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയോടുള്ള ബന്ധത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിർവഹിച്ചു അനുഗ്രഹീതനായ ഒരു പ്രഭാഷകനുമാണ്. കർത്താവിൻ്റെ ദാസനെ ദൈവസഭയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അനേക തവണ ഇവിടെ കടന്നു വന്ന് വിലപ്പെട്ട ദൈവിക ദൂതുകൾ കൈമാറി അനുഗ്രഹീതനായ കർത്തദാസന് തുടർന്നുള്ള സമയം നമ്മുടെ ദൈവജന ശുശ്രൂഷിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവജനം ശ്രമിക്കാം. കർത്താവിൻ്റെ ദാസനെ ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കും. എനിക്കൊരു പ്രാഗൽഭ്യമുണ്ട്. അന്നും ദൈവകൃപ ചോർന്നു പോകാതെ കോളേജ് പഠിക്കുമ്പോഴും സ്കൂളിൽ പഠിക്കുമ്പോഴും ഒക്കെ സുവിശേഷ താല്പര്യം ഉണ്ടായിരുന്ന ഒരാളായതുകൊണ്ട് വിളച്ചിലുകളൊന്നും കാണിച്ചിട്ടില്ലെന്നുള്ളതുകൊണ്ട് എൻ്റെ പൂർവ്വചരിത്രത്തിലെ വിളച്ചിലുകൾ ഒന്നും അദ്ദേഹത്തിന് അറിയത്തില്ല എന്ന എൻ്റെ ഇത്രയും മതി എൻ്റെ സങ്കല്പം. അതെനിക്കൊരു സന്തോഷമാണ്. ജോൺ പാസ്റ്ററും ഞാനും ഒത്തിരി വേദികൾ ഒന്നിച്ച് ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇരുന്ന സഭകളിലൊക്കെ ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് തടിയെല്ലാം കൂടുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഞാൻ പറഞ്ഞു എന്നെപ്പോലെ ഒന്ന് ലീനാകാൻ, പക്ഷെ അദ്ദേഹത്തിന് അത് പറ്റുന്നില്ല. ഒക്കെ ദൈവം തൻ്റെ ദാസനെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നിങ്ങളുടെ ഇംഗ്ലീഷ് സർവീസിൽ വന്ന് ഞാൻ ഒരു ദിവസം പകലും രാത്രിയും ശുശ്രൂഷിച്ചു. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്നുണ്ടായിരുന്ന കർത്താവിൻ്റെ ദാസനുണ്ടായിരുന്ന മേളി വന്നപ്പോൾ ഉണ്ടായിരുന്ന 2-3 പേരേ ഉള്ളൂ. യു വരുന്നത്. അപ്പോൾ നിങ്ങളെയൊക്കെ കണ്ടതിൽ പിന്നെയും ദൈവത്തെ സ്തുതിക്കുന്നു. PNG ചർച്ച എനിക്ക് അന്യമുള്ളൊരു ചർച്ചയല്ല. നിങ്ങളുടെ യൂത്ത് ക്യാമ്പുകൾ ഞങ്ങളുടെ സെമിനാരി വെച്ച് നടക്കുമ്പോൾ 2-3 ക്യാമ്പുകളിലെങ്കിലും ഞാൻ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതെല്ലാം നന്ദിയോടെ ഓർക്കുന്നു. അതുപോലെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. MA PhD ഒക്കെ ചെയ്തത് കാര്യവട്ടത്തായതുകൊണ്ട് PNG ചർച്ചയുമായിട്ട് വളരെ അടുപ്പമുണ്ട്. 4-5 ചർച്ചിലും കടന്നൊന്ന് ശുശ്രൂഷിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാത്തിനും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒരു പ്രാവശ്യം കൂടെ യേശു നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പകൽ ദൈവദിന ധ്യാനത്തിനായി തിരിയാം. നിരന്തരം ക്ലാസ്സും ശുശ്രൂഷയൊക്കെ ആയതുകൊണ്ട് തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്. എന്നാലും ദൈവം തരുന്ന ആരോഗ്യത്തിനും സൗഖ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാത്യു ഹെൻറി എന്ന് പറഞ്ഞ ദൈവദാസൻ ഒരിക്കൽ പറഞ്ഞൊരു വാചകമുണ്ട്. ദൈവം ഒരാൾക്ക് വേണ്ടി ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ആ ആൾക്ക് പ്രാർത്ഥിക്കാനൊരു മുഖാന്തരം ഒരുക്കുമെന്ന്. എന്താ? ദൈവം ഒരാൾക്ക് ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുഖാന്തരം ഒരുക്കുമെന്ന്. ഈ ദിവസങ്ങളിൽ സഭ ഉപവസിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തോ ചില കാര്യങ്ങൾ ദൈവം സഭയ്ക്ക് വേണ്ടി ചെയ്യാൻ പോകുന്നു. അടുത്തിരിക്കാൻ തന്നെ കൈകൊണ്ട് നിങ്ങളിങ്ങനെ സ്കാറ്റ് ചെയ്തിരിക്കുക. അതെനിക്കൊരു ഇഷ്ടമുള്ള കാര്യമല്ല. കഴിയുന്നത്ര മാസ്കൊക്കെ ഉള്ള ആൾ എന്തെങ്കിലും കാര്യം കാണും പറയുന്നത്. ബാക്കിയുള്ളവരൊക്കെ അടുത്തിരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. നിങ്ങളൊന്ന് അടുത്തിരുന്നാൽ ഈ ഞങ്ങൾ പണ്ടൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ അമ്മയൊക്കെ പറഞ്ഞു, എടാ നനഞ്ഞൊരു വിറകാണെങ്കിലും 2 കത്തുന്നതിൻ്റെ ഇടയ്ക്കോട്ടിരുന്നാൽ എന്ത് ചെയ്യും? അതും കത്തുവന്ന്. അപ്പോൾ നമ്മുടെ ട്രഡീഷണൽ വേ ഓഫ് കുക്കിങ്ങിന് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഒരു പച്ച മടൽ പോലും എടുത്ത് എന്ത് ചെയ്യും? ഈ കത്തുന്നതിൻ്റെ ഇടയിലോട്ട് വയ്ക്കും. അപ്പോൾ തനിയെ കത്താൻ തുടങ്ങും, ചൂട് പിടിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങളുടെ സഹകരണത്തിന് വളരെ നന്ദി. കുഞ്ഞുങ്ങളുള്ളവരൊക്കെ പറയുന്നുള്ളൂ, നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന എനിക്കറിയാം. അപ്പോൾ ഇത് ദൈവത്തിന് നമുക്ക് വേണ്ടി എന്തോ ചെയ്യാനുള്ള സമയമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചില സീസൺസ് വെച്ചിട്ടുണ്ട്.
അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, നിൻ്റെ ജീവിതത്തിൽ ചില സീസണുണ്ട്. പ്രൈസ് ഗോഡ്. ചില സീസൺസ് നിങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കും. ചില സീസൺ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിൻ്റെ ജുബിലൻസിൻ്റെ കാലമായിരിക്കും. ശലോമോൻ്റെ ഭാഷ പറഞ്ഞാൽ നടാനൊരു കാലം, കിളയ്ക്കാനൊരു കാലം, പറിക്കാനൊരു കാലം, ഇടിക്കാനൊരു കാലം, പണിയാനൊരു കാലം. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ എല്ലാം പിൻപിൽ പ്രവർത്തിക്കുന്നൊരു ദൈവമുണ്ട്. Even when you pass through the valley of death, God does have a plan about that. നിങ്ങൾ മരണനിഴലിൻ താഴ്വരയിലൂടെ കടക്കേണ്ടി വന്നാലും അതിനകത്തും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു വിദേശ ചർച്ചിൽ പാസ്റ്ററാണ്, അദ്ദേഹം നാട്ടിലുണ്ടായിരുന്ന ഒരാഴ്ച. അപ്പോൾ ഞങ്ങൾ കോളേജിൽ വന്നു. ഞാനാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ്റെ മെൻറ്റർ. ശുശ്രൂഷയ്ക്കൊക്കെ പണ്ട് പോകുമ്പോൾ ഞാൻ കൊണ്ടുപോയി, എൻ്റെ കൂടെ കൊണ്ടുപോയി അരമണിക്കൂർ ആദ്യം പ്രസംഗിപ്പിച്ച് തുടങ്ങിയ ആളാണ്. ഇപ്പോൾ എന്നെക്കാളൊക്കെ ഒരു 4 സ്കെയിലിൽ മേളിലാണ് പുള്ളി, 4-5 സ്കെയിലിന് മേളിലാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ദൈവം ചില സീസൺസൊക്കെ നമ്മൾ വിടുമ്പോൾ വി യൂസ് ടു റൈസ് ക്വസ്റ്റ്യൻസ്, വൈ ലോർഡ്, എന്തുകൊണ്ടിങ്ങനെ? കാര്യമില്ല. ഞാൻ ലളിതമായി പറയാം. ഈ ദാവീദിനെ ശൗലിൻ്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുന്നൊരു സമയമുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയാ? കിന്നരം വായിക്കാൻ. ഇതിൻ്റെ ഇടയിൽ ഈ ശൗൽ എന്തു ചെയ്യും? അപ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ, എൻ്റെ ഭാഷ ഇപ്പോഴത്തെ ഭാഷ, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴും ചാടിക്കളിക്കുക അയാളുടെ ജോലി. കാരണം അറ്റ് എനി ടൈം എ സ്പിയർ മൈറ്റ് ബി കമ്മിങ് അഗൻസ്റ്റ് യുവർ ചെസ്റ്റ്. കൊല്ലം മനസ്സിലായി? എന്തിനായിരിക്കാം ദൈവം ഈ ദാവീദിനെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് ഭൂതശാന്തി ശുശ്രൂഷ? ദൈവം നാളെ ഇവനെ രാജാവാക്കുന്നതിന് ഈ കൊട്ടാരമൊക്കെ കാണിക്കാനും, അറ്റ്ലീസ്റ്റ് ടു ടീച്ച് വാട്ട് എക്സാക്ട്ലി ദ സ്റ്റേറ്റ്മാൻഷിപ്പ് ഈസ് ആൻഡ് ടു ട്രെയിൻ ഹിം. അവനെ ഒന്ന് പരിശീലിപ്പാനൊക്കെ. അതിനൊന്നും അല്ല. ദാവീദിനെ ദൈവം കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ശൗലിൻ്റെ കുന്തമനക്ക് മുമ്പിൽ അവൻ ചാടുമ്പോൾ അവന് ഒരു ലെസൺ പഠിപ്പിക്കായിരുന്നു. മക്കളെ, ഇത് ഭയങ്കരമായിട്ട് കുറിക്കൊള്ളണം കേട്ടോ. മക്കളെ, നാളെ നീ രാജാവാകും. ഇപ്പം രാജാവായിരിക്കുന്നവൻ, അഭിഷേകമുള്ള കരുത്തുള്ള മിടുക്കനായ നിന്നെ അസ്തമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിനക്കൊരു പ്രൊട്ടക്ഷൻ തന്നു. നീ ചാടിക്കളിക്കുകയാണെങ്കിലും there will come a time when you will be holding the staff and authority. അന്ന് മിടുക്കരാരെയും കണ്ടാൽ അവനെ ഒതുക്കരുതെന്ന്. കത്തിയില്ല. ആമേൻ. ഇന്ന് നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഇരുന്നത് പോലെ ഓർത്തോണം. നീ നാളെ മിടുക്കനാവുമ്പോൾ, വേറൊരു മിടുക്കൻ വളർന്നു വരുമ്പോൾ അവനെ ഒതുക്കാൻ നീ ശ്രമിക്കരുത് മക്കളെ. ദൈവം ചില സീസൺസിലൂടെ നമ്മളെ കടത്തി വിടുമ്പോൾ ദൈവത്തിന് അതിനകത്ത് ചില പദ്ധതികളുണ്ട്. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ സീസണാണ്. ഇത് ആത്മീയ യുദ്ധത്തിൻ്റെ സീസണാണ്. ഇത് പോരാട്ടത്തിൻ്റെ കാലമാണ്. ഇത് മല്ലയുദ്ധത്തിൻ്റെ കാലമാണ്. ആമേൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഒരു പോരാട്ടത്തിന് തയ്യാറാകാൻ പറ്റും? ദാവീദ് ആടിനെ തീറ്റൊരു കാലമുണ്ട്. രാജാവ് ആകുന്നതിന് മുമ്പ്, കൊട്ടാരത്തിൽ വരുന്നതിന് മുമ്പ് കാട്ടിലൂടെ ഓടിയ ഒരു കാലമുണ്ട്. ഓടുന്ന കാലത്ത് അല്ല, ആടിനെ തീറ്റുന്ന കാലത്ത് ഒരു സിംഹത്തിന് താടിക്ക് പിടിച്ച് വലിച്ചു കയറിയ ശിംശോൻ അടിച്ചു വന്നെന്ന് പറഞ്ഞാൽ മതി. വലിച്ചു കയറിയത്, ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കയറിയത് ശിംശോനാണ്. താടിക്ക് പിടിച്ച് അടിച്ചു വന്നു. എന്നാ പിന്നെ ശൗലിനെ തല്ലിക്കൊന്നുകൂടായോ? നിങ്ങളെന്താ മിണ്ടാത്തേ? പക്ഷെ അത് വേണ്ട. എനിക്ക് കരുത്തുണ്ട് ഒരു സിംഹത്തെ തല്ലിക്കൊല്ലുവാൻ, പക്ഷേ ശൗലിനെ അടിച്ചു കൊല്ലാൻ നീ തയ്യാറാകണ്ട മോനെ. അന്നേരം ഓടിയാ മതി.
ചില സമയങ്ങളിൽ ഓടേണ്ടി വന്നേക്കാം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാനൊരു ആത്മമണ്ഡലിൽ നിന്നാണ് പറയുന്നത്. ചില മണ്ഡലങ്ങളിൽ ശത്രുവിനെ അടിച്ചൊതുക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ അത്രയും കരുത്തുള്ള നീ ചില സ്ഥലങ്ങളിൽ ഒതുങ്ങേണ്ടി വന്നേക്കാം. പക്ഷെ അതും എ പാർട്ട് ഓഫ് ദ ട്രെയിനിങ്. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പാട്ട് കിട്ടിയില്ലയോ? എന്തിനാ ദൈവം കൊണ്ടുവന്നത്? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. എന്തിനാ ഈ മേഖലകളിലൂടെ കടത്തിവിടുന്നത്? ദൈവത്തിനൊരു പ്രോജക്റ്റ് ഉണ്ട്. Beware, God is having a project about you. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നീ ആ പദ്ധതിയുടെ ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ, ആ പദ്ധതിയിലാണ് നീ ചലിക്കുന്നതെങ്കിൽ, you will never end up in a dead end. You will never end up in a dead end. നീ വഴി മുട്ടി അവസാനിക്കുകയില്ല. That the Lord will be performing a miracle for you because you are moving in His plan. Hudaramanaadiasa huttaragadanahattunasihan ഹട്ടക്കരഗതനകച്ചലസ്യാൻ. ഇന്ന് രാവിലെ വിശ്വസിച്ചുകൊള്ളൂ, ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ പദ്ധതിയിൽ ചലിച്ചു തുടങ്ങുന്ന ഒരൊറ്റയാളിനെയും ഒതുക്കാൻ ചെകുത്താൻ കഴിയില്ല. No power of darkness can ever stop you. No power of darkness can ever destroy you. No power of darkness can ever catch you. No power of darkness can ever reach you if you move in the project of God. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ ദിനങ്ങളാണിത്. വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിന്റെ. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന തോളിലൊരു ഇടി കൊടുത്തിട്ട് പറ. അടുത്തിരിക്കുന്ന ആളുടെ തോളിലൊരു ഇടി കൊടുത്തിട്ട് പറ. ആർക്കും നിന്നെ ഒതുക്കാൻ പറ്റില്ല. പറ, ഒരു ഇടി കൊടുത്തിട്ട് പറ. തോളിലൊരു ഇടി കൊടുത്തിട്ട് പറ. ആർക്കും നിന്നെ ഒതുക്കാൻ പറ്റില്ല. ആർക്കും നിന്നെ അസ്തമിപ്പിക്കാൻ പറ്റില്ല. Your times are in His hand. നിന്റെ കാലഗതികൾ അവന്റെ കൈകളിൽ ഇരിക്കുന്നു. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴികൾ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്വത്തിനവകാശം. നീക്കി അടിമ. ഈ ഉപവാസത്തിന്റെ പ്രാരംഭ പകൽ നിങ്ങളിൽ ചിലരുടെ പേര് ദൈവം മാറ്റുകയാ. It's about to change your names. പലരും ചാർത്തി തന്ന പേരുകളില്ലേ, പലരും വെച്ചു നീട്ടിയ പേരുകളില്ലേ, പലരും എതിരെ പിടിപ്പിച്ച പേരുകളില്ലേ.
അബ്ബാ പിതാവേ. ബർഗമാസിലെ സഭയോട് ദൂത് പറയുമ്പോൾ ഒരു വചനം പറഞ്ഞു, ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്നവന് കൊടുക്കും, ഞാനൊരു വെള്ളക്കല്ല് അവന് കൊടുക്കും, അതിന്മേൽ ഒരു പുതിയ പേരും കൊടുക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ചാപ്പലിൽ പ്രസംഗിക്കാനായിട്ട് വചനം ധ്യാനിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഞാൻ, ഈ പേരെന്താണെന്നറിയാമോ? ഈ പുതിയ പേര്, ഇത് പണ്ട് കാലത്ത് ഈ അഡോപ്ഷൻ ഒരു കാലമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കാരും ജൂബിലി ഇയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ വചനം വായിച്ചു തുടങ്ങിയില്ല, ഇപ്പൊ ദൂതായിട്ട് പറയുക. ജൂബിലി ഇയർ എന്ന് കേട്ടിട്ടില്ല? ഇസ്രായേൽ മക്കളുടെ യോവേൽ സംവത്സരം. യോവേൽ സംവത്സരത്തിൽ അടിമകളൊക്കെ എന്ത് ചെയ്യും? സ്വതന്ത്രം. നിങ്ങൾ എൻ്റെ കൂടെ വാ. ഇത് PMG ചർച്ചിലാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ബാക്കി വചനം നിങ്ങൾ പറയണം, നിർബന്ധമാണ്. എനിക്ക് നിങ്ങളെക്കുറിച്ച് വലിയ പ്രതീക്ഷയും വലിയ വലിയ ബോധമുണ്ട്. വചനം പഠിക്കുന്ന വലിയ 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 മിടുക്കന്മാർ വചനം ശുശ്രൂഷിച്ച സഭകളാണ്. നിങ്ങൾ പറയണം. അപ്പം ജൂബിലി ഇയറിൽ അടിമ എന്ത് ചെയ്യും? സ്വതന്ത്രമാക്കും. അവന് പോകാൻ മനസ്സില്ലെങ്കിൽ എന്ത് ചെയ്യും? അവിടെ തന്നെ നിന്നോ. അപ്പം അവന് പിള്ളേർ കുറവാണ്, എനിക്ക് ജെൻസി ഉണ്ടെങ്കിലേ വല്ലതും നടക്കത്തുള്ളൂ. ഇവിടെ ജെൻസി, ഇപ്പം നമ്മുടെ സഭകളിലൊക്കെ എല്ലാം ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ജെൻസി ഇല്ല. നിങ്ങൾക്കറിയാം ജെൻസി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ജെൻസി എന്ന് പറഞ്ഞാൽ അറിയത്തില്ലയോ? ഈ തലമുറയിലാണ് ജീവിക്കുന്നത്. 1997 മുതൽ 2012 വരെ ജനിച്ച ആളുകളെ വിളിക്കുന്ന പേരാണ് ജെൻസി ജനറേഷൻ. എന്തോ 1997 മുതൽ 2000 അറിയത്തില്ല 12 വരെ എന്ന് പറഞ്ഞാൽ 29 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ള ആളുകളെ വിളിക്കുന്ന പേരാണ്. ഇന്ന് നാട്ടിലെല്ലാം വിപ്ലവം നടത്തുന്ന ഏത് ജനറേഷനാ? നേപ്പാളിൽ വിപ്ലവം തുടങ്ങിയത് ആരാണ്? ബംഗ്ലാദേശ് വിപ്ലവം തുടങ്ങിയത് ആരാണ്? രാജീവ് ഗാന്ധി വോട്ട് ചോരി പ്രസന്റ് ചെയ്യുമ്പോൾ പറഞ്ഞു, ലെറ്റ് ദ ജെൻസി കം അപ്പ്. ആൾക്കെന്തോ മനസ്സിലായി, എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ജെൻസി വല്ലതും നമ്മുടെ സഭകളിലും ഒരു ജെൻസി ജനറേഷൻ എഴുന്നേക്കണം. ഇറ്റ് ഈസ് ദ ജെൻസി ദാറ്റ് ഈസ് ടു ബ്രിങ് അബൌട്ട് a transformation in the church. അപ്പോൾ ഈ മനുഷ്യനെ പിടിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്ന് കട്ടളയിലോട്ട് ചേർത്ത് നിർത്തി എന്ത് ചെയ്യും? പിയേഴ്സ് ഇൻ ദ ഇയേഴ്സ്. എന്നിട്ട് നമ്മൾ ആ പുസ്തകത്തിൽ അവിടെ വായിക്കുന്നില്ല, ഇവന് പിന്നെ വീട്ടിലെ സന്താനത്തെ പോലെ ഒരു പദവിയാണ്, ഒരു അഡോപ്ഷനാണ്. ഹി വിൽ ബി എൻജോയിങ് all the privileges of a son or daughter in the family. എന്നിട്ട് പറയും, നീ ഇപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അംഗം പോലെയാണ്. അതാ പേര്. കൊടുക്കുന്ന പേര് ഒരു ഇൻഡിവിജ്വൽ നെയിം അല്ല കൊടുക്കുന്നത്, മറിച്ച് ആ കുടുംബത്തിൻ്റെ പേര് അവൻ്റെ മേൽ വെക്കുകയാണ്. പോയിരുന്നോ? എന്താ പൗലോസ് പറഞ്ഞ വചനം അറിയത്തില്ലേ? 3:14 എഫേസ്യർ. അത് നിമിത്തം സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിൻ്റെ മുന്നിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഇന്നലെ വരെ നീ അടിമയായി പുറംപറമ്പിലായിരുന്നു, ഇന്ന് നീ അടിമ ചങ്ങല മാറി പുത്രത്വത്തിലേക്ക്. You have been adopted as a member of the family of God. ഇന്ന് രാവിലെ ഈ ദൂത് തിരിച്ചറിയണം. You have been adopted as a member of the family of God. You have been given a name that belongs to the family of God. ഈ രാവിലെ ഈ തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരണം. ഞാൻ തുടങ്ങാം. എഫെസ്യരിൽ തന്നെ തുടങ്ങാം. 6-ാം അധ്യായത്തിൻ്റെ 10-ാമത് വാക്യം. ഞാൻ ഈ ദിവസങ്ങളിൽ പ്രസംഗിക്കുന്ന ഒരു പ്രധാന പ്രമേയം അതാണ്. സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഒരു പ്രമേയമാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വെളി വന്ന് പറഞ്ഞിട്ടുണ്ട്. കുറേ പുതിയത് ഇപ്പോൾ പറയും. ഇനി അത് അന്ന് പറഞ്ഞതും ചിലതൊക്കെ കേട്ടോ 2-3 പേരേ ഉള്ളല്ലോ. കുറേ കാര്യങ്ങൾ ആവർത്തിച്ച് പറയും. എന്താണ് സ്പിരിച്വൽ വാർഫെയർ? ആത്മീക യുദ്ധം. പറഞ്ഞാട്ടെ. 6:10 വായിച്ചോളൂ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ഒടുവിൽ കർത്താവിലും, ഫൈനലി ബ്രദറൻ ബി സ്ട്രോങ് ഇൻ ഹിം ആൻഡ് ഇൻ ഹിസ് മൈറ്റി പവർ. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ
ഒടുവിൽ കർത്താവിനും അവൻ്റെ മതത്തിൽ. നിങ്ങൾ രസകരമായ ഒരു വാക്യം, അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ്, പക്ഷേ ഇംഗ്ലീഷിൽ ഫൈനലി ബ്രദറൻ, കെജവിയിൽ അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അവനോട് ചെയ്യുന്നത് ഫൈനലി ബ്രദറൻ. നിങ്ങൾ അറിയണം, ഇത് പാസ്റ്റർമാർക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. ഇറ്റ് ഈസ് ടു ഓൾ. It is to all members of the family of God. It is to all members of the church. ചർച്ചിലെ എല്ലാവർക്കും ഉള്ളൊരു ദൂതാണ്, ഫൈനലി നിങ്ങൾ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. ഈ ഫൈനലി എന്നൊക്കെ പറയുമ്പോൾ പൗലോസിന് മുമ്പ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ആദ്യമായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും. ഞാൻ ആ വിഷയങ്ങളെല്ലാം തൊടാതെ 2 കാര്യങ്ങൾ പറയാം. ഈ ലേഖനം എഴുതുന്നത് എഫെസോസ് സഭയിലെ വിശ്വാസികൾക്കാണ്. ആർക്കാണ് എഴുതുന്നത്? എഫെസോസ് എന്ന വാക്കിന്റെ അർത്ഥം എവരിബഡി നോസ് ഇറ്റ്. Does somebody know the meaning of Ephesus? ലൂസ് എന്ന്, അയഞ്ഞ. അയഞ്ഞ എന്ന് പറയുമ്പോൾ അത് അയഞ്ഞിരിക്കുന്നു. നട്ട് ലൂസായി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ പ്രീ എക്സിസ്റ്റൻസ് പറ, അതിൻ്റെ മുൻകാല ചരിത്രം പറ. അയഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുറുകിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. There was a time when it was strong. Hallelujah. അപ്പോൾ എഫെസോസ് സഭയ്ക്ക് മുറുകിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എവിടെയോ ഈ കാലത്തിൽ അയഞ്ഞു പോയി. ആമേൻ, ആമേൻ. അപ്പോൾ അയഞ്ഞു തുടങ്ങി എഫെസോസ് സഭയ്ക്ക് പൗലോസ് കത്തെഴുതുമ്പോൾ ആ സഭയെക്കുറിച്ച് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇത് താൻ തന്നെ ആരെയും കുറിച്ചൊരു സഭയാണ്. നിങ്ങൾക്കറിയാം, അപ്പോസ്തലത്തിൽ 18 അവസാനം, ആക്ട്സ് 18 the last portions. എന്താ അവിടെ വായിക്കുന്നത്? അവിടെ വായിക്കുന്നത് എഫെസോസിൽ പൗലോസ് വരികയാണ്. എഫെസോസിലേക്ക് പൗലോസ് വരുമ്പോൾ അവിടെ കുറേ സഹോദരന്മാരെ കാണുന്നു, കാര്യങ്ങൾ കണ്ടു. അവിടെ ഒരു ചെറിയ രണ്ടാമത്തെ മിഷണറി യാത്രയുടെ അവസാനത്തിൽ ഈ മനുഷ്യൻ ഇവിടെ വരുമ്പോൾ ഒരു 2-3 ആഴ്ച ശബത്തിലൊക്കെ പോയി അവരോട് നാം സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് അപ്പോൾ അവിടെ നിൽക്കാനൊരു നിയോഗമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇപ്പം ഞാൻ തക്കാലം പോകട്ടെ, ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞിട്ട് അക്വിലാസും പ്രിസ്കില്ലയൊക്കെ അവിടെ ആക്കിയിട്ട് ഈ മനുഷ്യൻ എന്ത് ചെയ്തു? അങ്ങ് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്ഥലത്തേക്ക് വേറൊരാൾ വരുന്നു, പേര് അപ്പല്ലോസ്. ആര്? കുറഞ്ഞ പുള്ളിയൊന്നുമല്ല. അപ്പല്ലോസ് ആരാണ്? മിടുക്കനാണ്. എല്ലാവരും പറ, മിടുക്കനാണ്, താർക്കികനാണ്, അപ്പോളജിസ്റ്റാണ്, ബുദ്ധിജീവിയാണ്. നിങ്ങൾ വായിക്കും മനസ്സിലാവും. 18 അവസാനമൊക്കെ വായിക്കുന്നത് എന്താ അറിയാമോ? യേശു തന്നെ ക്രിസ്തു എന്ന്, anointed one, മെസ്സിഹ എന്ന് തെളിയിച്ചു എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരെയും ഖണ്ഡിച്ച് മിണ്ടാതാക്കി. മെയ്ഡ് ദം സൈലന്റ്. പക്ഷെ കുറെ കാലം ഈ മനുഷ്യൻ ഈ ദേശത്ത് ശുശ്രൂഷ ചെയ്തിട്ട് എന്തുകൊണ്ടോ ക്ലച്ച് പിടിച്ചില്ല. എൻ്റെ ശൂർനാടൻ ഭാഷ പറയാം, ശുശ്രൂഷ എന്ത് ചെയ്തില്ല? ക്ലച്ച് പിടിക്കാമെന്ന് പറയത്തില്ലയോ? അതിപ്പോഴത്തെ ജനറേഷൻ അറിയത്തില്ലയോ? ശുശ്രൂഷ അങ്ങോട്ട് ഫ്ലറിഷ് ചെയ്തില്ല, കത്തിയില്ല, കരുത്തായില്ല. അവസാനം എൻ്റെ ഭാഷ പറയാം, ശൂർനാടൻ ഭാഷ. ഞാൻ ശൂർനാട്ടുകാരനാണ് കേട്ടോ, അദ്ദേഹം ഞങ്ങളുടെ അടുത്തുകാരനാണ്. ഞങ്ങളുടെ ഭാഷ പറഞ്ഞാൽ അവസാനം കട്ടയും പടവും മടക്കി കളം കാലിയാക്കി. റൈറ്റ്? അങ്ങനെയല്ലേ പറഞ്ഞു? നമ്മുടെ പണ്ട് പറഞ്ഞില്ല, കട്ടയും പടവും ഈ കുലിക്ക് കുത്തുന്ന കട്ടയും പടവും മടക്കി കളം കാലിയാക്കി. 19:1. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളോട് സഞ്ചരിച്ച് എഫെസോസിലെത്തി. അവിടെ കുറെ ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിക്കുക, ഞാൻ പറയുന്ന വാക്യങ്ങൾ വായിച്ചാൽ മതി. അവിടെ ചില ശിഷ്യന്മാരെ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അപ്പോൾ ഈ മനുഷ്യൻ്റെ 3ാമത്തെ മിഷൻ്റെ യാത്രയിൽ പൗലോസ് എവിടേക്ക് വരികയാണ്? എഫെസോസിലേക്ക് വരുന്നു. അവിടെ ഒരു സഭയുണ്ട്, അവിടെ കുറേ ആളുകളുണ്ട്, അക്വിലാസ് ഉണ്ട്, പ്രിസ്കില്ലയുണ്ട്, പിന്നെ അപ്പൊല്ലോസ് പോയെങ്കിലും. പക്ഷെ സഭയിലെ ആളുകളുടെ ഇരിപ്പും പടിതി എല്ലാം കൂടെ കണ്ടപ്പോൾ പൗലോസിന് തോന്നി, ഇവർക്കെന്തോ കുറവുണ്ടല്ലോ. They lack something. The name is a church. What is the name? The church. പേര് സഭയെന്ന, പക്ഷെ ഇരിപ്പ് കണ്ടാൽ
നമ്മുടെ അകത്ത് കത്തുന്ന ഒരു ജ്വാലയുണ്ട്, ഒരു ജീവനുണ്ട്. ഹലോ, ഒരു പക്ഷി എന്തുകൊണ്ടാണ് പറക്കുന്നത്? ഉറക്കെ പറ. 2 ചിറകുകളുണ്ട്. ഞാനൊരു ദിവസം ഇങ്ങനെ വഴി നടന്ന് പോകുമ്പം ഒരു പ്രാവ് ചത്ത് കിടക്കുന്നു. അതിൻ്റെ ചിറക് 2 സംസ്ഥാനത്തുണ്ട്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് മൂവിങ്. വൈ? ചിറകുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, കത്തിയില്ല. പറക്കണോ, ജീവൻ വേണം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പെന്തക്കോസ്തുകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അൺലെസ് യു ഹാവ് ദ ലൈഫ് ഇൻ യു, യു ക്യാൻ നെവർ ബി എ പെന്തക്കോസ്റ്റൽ. ഇന്ന് രാവിലെ ഞാൻ ദൂത് പറയാം, അകത്ത് ജ്വലനമുണ്ടെങ്കിൽ, അകത്ത് ജീവനില്ലെങ്കിൽ പെന്തക്കോസ്ത പേരിൻ്റെ അർത്ഥമില്ലെന്ന് ഇന്ന് രാവിലെ ഈ സഭയോട് ഞാൻ വെല്ലുവിളിച്ച ഒരു ദൂത് പറയാം. എഫെസോസ് സഭയെ പോലെ ചടഞ്ഞിരിക്കുവാനല്ല, പേരുണ്ട്, ശുശ്രൂഷയ്ക്ക് മിടുക്കരായ ആളുകളുണ്ട്. പക്ഷേ പഴയ കത്തലില്ലെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം ദാറ്റ് യു മൈറ്റ് കം ബാക്ക് ടു ദാറ്റ് ഓൾഡ് സ്റ്റേജ് ഓഫ് ലൈഫ്, ആ പഴയ ജീവനിലേക്ക്. ഹുഡ മന റക ജന വൈദ രത്ത ഹുഡഗർ ഹത്തര ഹത്തര ജാതിക രംദല വത്തെ ഭീമ വാല വൈഡ രഗദ ജുഡബല ബൗഡെ ജീമാനഗരംദൽ ഓ ദീബ മന. ജീവൻ, 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 ജീവന്റെ തുടിപ്പ് ഇന്ന് രാവിലെ അകത്തളങ്ങളിൽ പൊട്ടിമുളക്കട്ടെ. അകത്തൊരു കരുത്തുണ്ടാകട്ടെ, അകത്തൊരു സ്പ്രൗട്ടിങ് നടക്കട്ടെ. ലെറ്റ് ദ ലൈഫ് ബി കമ്മിങ് ഔട്ട്. ഹല്ലേലൂയ. ഈ മനുഷ്യന് മനസ്സിലായി, ഇവർ ഇടുപ്പും പടുതിയെല്ലാം കണ്ടപ്പം അകത്തെന്തില്ല? ജീവനില്ല. അതുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, എന്നാ പറ്റിയ കുഴപ്പം? നിങ്ങൾ വിശ്വസിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഇവരിങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കുന്നത് ഇവരുടെ അകത്ത് പരിശുദ്ധാത്മപ്രവൃത്തിയില്ല, ആത്മാവിൻ്റെ വർക്ക് കാണുന്നില്ല. അവർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടെന്ന്. അപ്പോൾ സൗലോഷൻ സംശയം, അങ്ങനെ അതെങ്ങനെ കേൾക്കാതിരിക്കണമെങ്കിൽ ഇത് കുറഞ്ഞ പക്ഷെ സ്നാനപ്പെടുമ്പോഴെങ്കിലും എന്ത് ചെയ്യണം, ഇല്ലയോ? കാരണം സ്നാനപ്പെടുന്ന ഏത് നാമത്തിലാണ്? പിതാവിൻ്റെയും പുത്രൻ്റെയും. അങ്ങനെയെങ്കിലും എന്താ കേൾക്കണം? അപ്പോൾ കുഴപ്പം പരിശുദ്ധാത്മാവില്ലാത്തതല്ല, സ്നാനപ്പെടാതെയാ. രണ്ടാമത് അവരെ സ്നാനപ്പെടുത്തി, അവരുടെ തലയെ കവിച്ചു. ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവർ 12 പേരുണ്ടായിരുന്നു. അവർ അന്യഭാഷകൾ സംസാരിക്കാൻ തുടങ്ങി, പ്രവചിക്കാൻ തുടങ്ങി, ആത്മാവ് ചലിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് എഫെസോസ് സഭയുടെ കരുത്താരംഭിക്കുന്നത്. പറയാം, മിടുക്കന്മാരുണ്ടായത് കൊണ്ടല്ല സഭ വളരുന്നത്, ആത്മാഭിഷേകമുള്ളവർ സഭയെ നടത്തുമ്പോൾ. ഇന്ന് രാവിലെ ദൈവസഭയുടെ എന്ന് പറയാം, മിടുക്കന്മാരെ അല്ല ദൈവസഭയ്ക്ക് ആവശ്യമുള്ളത്, അഭിഷേകമുള്ളവരെ. ഹല്ലേലൂയ. ഇന്റലക്ച്വൽസിന്റെ കാലം കഴിഞ്ഞു. അത് വേണ്ടെന്നല്ല, പഠിപ്പ് വേണ്ടെന്നല്ല. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ പറയാം, അഭിഷേകത്തിൽ ചലിക്കുവാൻ ദൈവസഭ തയ്യാറായാൽ പട്ടണത്തെ ചലിപ്പിക്കുന്നവർ, ദേശത്തെ ചലിപ്പിക്കുന്നവർ. തിരുവനന്തപുരം പട്ടണത്തെ ചലിപ്പിക്കുവാൻ ദൈവസഭ കരുത്തോടെ പുറത്തു വരേണ്ട സമയമായിരിക്കുന്നു. അകത്തളങ്ങളിൽ ആത്മവ്യാപാരമുള്ളവർ പട്ടണത്തെ ചലിപ്പിച്ചു തുടങ്ങട്ടെ. എന്താണെന്നറിയാമോ? ഈ എഫെസോസ് സഭയുടെ കെടുതിക്ക് കാരണം, അല്ല സഭ വളരാതിരുന്നതിൻ്റെ കാരണം, ആ ദേശത്ത് വ്യാപിച്ചു നിൽക്കുന്ന ഒരു വ്യാപാര ശക്തി ഉണ്ടായിരുന്നു. പുരാതന ലോകത്തിലെ അത്ഭുതങ്ങളിൽ ഒന്നെന്ന് പറയുന്ന 7 അത്ഭുതങ്ങളിൽ ഒന്നായ ഒരു ദേശ ആധിപത്യ ശക്തി, അതിനെ യൂറോപ്യൻസ് ഡയാനി എന്നും ഏഷ്യ മൈനർ അഥവാ ടർക്കിയിലുള്ളവർ അതിനെ അർത്തമിസ് എന്ന് വിളിക്കുന്ന ഒരു വലിയ ദുഷ്ടവ്യാപാര ശക്തി അരങ്ങ് തകർത്ത് വാഴുന്ന ദേശമായിരുന്നു എഫെസോസ്. ഈ പട്ടണത്തെ കുലുക്കുന്ന, പട്ടണത്തെ ചലിപ്പിക്കുന്ന ഈ ദേശത്തിന്റെ
ദേശത്തെ ചലിപ്പിക്കുന്ന ഒരാത്മവ്യാപാരത്തിന്റെ ചട്ടുകങ്ങളായി തീരുവാൻ, ചാനൽസ് ആയി തീരുവാൻ ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. ഈ ഡിഫൻസീവ് മെക്കാനിസത്തിൻ്റെ കാലം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന പോരാട്ടത്തെ, ഞാൻ പ്രശ്നത്തിലാണ്, ഞാൻ പോരാട്ടത്തിലാണ്, എൻ്റെ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ തൊഴിലിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഇങ്ങനെ നിൽക്കുക ഇപ്പോഴും. നിങ്ങൾക്ക് മനസ്സിലായോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഇന്നും നമ്മളൊരു ഡിഫൻസീവ് മെക്കാനിസത്തിലാണ് നിൽക്കുന്നത്. ഇന്നും നമുക്കെതിരെ വരുന്ന പോരാട്ടങ്ങൾക്കെതിരെ പ്രതിരോധം തീർക്കുന്ന ഒരു ലെവലിലാണ് നിൽക്കുന്നത്. അടുത്തൊരു ലെവലുണ്ട്. ഡിഫൻസിൻ്റെ ലെവലിൽ നിന്ന് ഒഫൻസിൻ്റെ ലെവലിലേക്ക് ആ ഒരു മോഡ് ആത്മാവ് ഇന്ന് രാവിലെ ദൂത് പറയുന്നു. ഉപവാസത്തിൻ്റെ പ്രഥമ പകൽ ദൈവസഭ ഒഫൻസിൻ്റെ മോഡിലേക്ക്, ദൈവസഭ ആക്രമണത്തിൻ്റെ മോഡിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ആക്രമിക്കുന്ന മോഡിലേക്ക്, ഒഫൻസിൻ്റെ മോഡിലേക്ക്, കടന്നാക്രമണ പ്രാരംഭ പകൽ ജനത്തെ ഞാൻ വെല്ലുവിളിക്കുന്നു. നിങ്ങളൊരു യുദ്ധത്തിന് തയ്യാറാകണം. പുറപ്പാട്, പുറപ്പെടുവേ. Set out for a war. Come on. Who no so come. War, 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 war. War, war, war. ഇരുളിന്റെ കോട്ട കൊത്തളങ്ങളെ ഉടച്ചു തകർക്കുന്ന സാത്താന്യ കോട്ടകളിലേക്ക് കടന്നാക്രമണം നടത്തുന്ന ചലിക്കട്ടെ, ആത്മസാന്നിധ്യം ചലിക്കട്ടെ, ദൈവസഭ ഉണർത്തപ്പെടട്ടെ, ഉപവാസം അതിന് ആരം കുറിക്കട്ടെ. ശത്രുവിന്റെ കോട്ടുകളെ ഇടിച്ചു തകർക്കുന്ന തീ 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 ദാവീദിന്റെ വീരന്മാരുടെ കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു പുള്ളി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2 ശമൂവേൽ 23 20 യഹോയാദയുടെ മകൻ, അയാളുടെ പേര് ബെനയാവ്. അവൻ അരിയേലിൻ്റെ 2 മക്കളെ തകർത്തോ കൂടാതെ, വായിച്ചേ, അതൊന്ന് വായിച്ചു. 23:19 കപ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ കപ്സയിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യഹോയാദയുടെ മകൻ ബെനയാവും അവൻ വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ അരിയേലിന്റെ നിങ്ങൾ ശ്രദ്ധിക്കണമേ, എന്നെ ശ്രദ്ധിക്കൂ. ഇനി അവൻ മോവാബിലെ, ആരാണ് മോവാബ്? ശരിയാ പറഞ്ഞാടേ, ലോത്തിന്റെ മക്കൾ, ഇല്ലിസിറ്റ് ചിൽഡ്രൻ ആണ്. മോവാബ് എന്തിനെ ചൂണ്ടിക്കാണിക്കുന്നു? മോവാബിൻ്റെ ഒരു സ്ട്രീമുണ്ട് കേട്ടോ. ഈ മോവാബ് ദേശത്തോട് ഇസ്രായേൽ മക്കൾ വരുമ്പോൾ, ഇത് മറിക്കല്ലേ, ഞാൻ ദൂതാ പറയുന്നേ, മോവാബ് ദേശത്തോട് ഇസ്രായേൽ മക്കൾ വരുമ്പോൾ ആ ദേശത്തൂടെ കടത്തിവിടാതിരിക്കാൻ ഇസ്രായേലിനെ തടഞ്ഞ ഒരു രാജാവുണ്ട്. അതിനയാൾ കൊണ്ടുവന്ന ആളാരാണ്? ഇങ്ങനെയൊക്കെ ഞാൻ പറയത്തുള്ളൂ, ബാക്കി നിങ്ങൾ പറയണം. ബിലയാം. അപ്പം എന്നിട്ട് ഈ ബിലയാം പോയ പോക്കിൽ
ഒരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് പോയി. ഇസ്രായേലിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് അവരിങ്ങോട്ടൊന്ന് പറക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം നല്ല പെൺപിള്ളാരെല്ലാം അവരുടെ ഇടയിലോട്ട് പറഞ്ഞിട്ട് അവന്മാർ പ്രസംഗം ചെയ്തോളും. ഇത് ഏത് വ്യാപാരമാണ്? ജഡത്തിൻ്റെ വ്യാപാരം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഞാൻ നിങ്ങളോടൊരു മർമ്മം പറയാം. ലസ്സി ജഡത്തെ അരിയേലിൻ്റെ കപ്സയിൽ മോവാബിനായ അരിയേലിൻ്റെ 2 മക്കളെ അറിയണം. ജഡത്തെ കൊല്ലാത്ത ഒരുത്തന് എതിരാളിയുടെ കോട്ടക്കൊത്തളത്തിൽ കയറി യുദ്ധം ചെയ്യാൻ പറ്റില്ല. അവൻ ഹിമകാലത്ത് ഒരു ഗുഹയിലേക്ക് ചെന്നു. ഹിമകാലത്ത് ഗുഹയിൽ കിടക്കുന്ന സിംഹം തണുപ്പാണ്, അതിനകത്ത് കിടക്കുക. ഇന്ന് നല്ല കാലാവസ്ഥ വരുമ്പോൾ 3 ദിവസം എന്ത് ചെയ്യും? ഈ വിളി പുറത്തിറങ്ങും. ഇപ്പൊ എവിടെയാണ്? ജഡത്തെ കൊന്നവൻ കടന്നാക്രമണം. ഇവിടെയാ പ്രശ്നം. നമ്മുടെ ജഡം മരിക്കാത്തത് നിമിത്തമാണ് നമ്മുടെ ഡിഫൻസിൽ ഇപ്പോഴും നിൽക്കേണ്ടി വരുന്നത്. ഞാനൊരു മർമ്മം പറയാം, എനിക്കറിയത്തില്ല, എന്നെ ആത്മാവ് കൊണ്ടുവന്ന് തലറ്റി പോകുന്നു. നിങ്ങൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം, നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച്, ഇഫ് യു വാക്ക് ഇൻ ഒബീഡിയൻസ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് യു വിൽ നോട്ട് സാറ്റിസ്ഫൈ ദ ഡിസയർ ഓഫ് ദ ലസ്റ്റ്. അതായത് നിങ്ങൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ ജഡത്തിൻ്റെ മോഹം. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ഇത് ഈ നടക്കുക, എല്ലാവരും ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കാൻ തന്നെ തോളെ തട്ടിയിട്ട് പറഞ്ഞ് നടക്കണമെന്ന്, തട്ടിയിട്ട് പറഞ്ഞ് നടക്കണമെന്ന്. നടക്കുമെന്ന് പറഞ്ഞാൽ എന്തുവാ? നടക്കുമെന്ന് പറഞ്ഞാൽ എന്താ? 1 വളരുക, 2 മൂവ് ചെയ്യുക, 3 പ്രോഗ്രസ് ചെയ്യുക. നിങ്ങൾ നടക്കാന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കത്തില്ലെന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് സ്റ്റിലായി പോയെന്നാ. അപ്പം നടക്കുക എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ഗ്രീക്കിൽ എഴുതിയേക്കുന്ന പദം എന്ന് പറയുന്നത് പെരിപ്പാറ്റയോ എന്നൊരു പദമാണ്. എന്താണ്? ഉറക്കെ പറ. പെരിപ്പാറ്റയോ. പെരിപ്പാറ്റയോ എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങളെന്ന് കേട്ട് പേടിക്കുന്നു വേണം. ഞാൻ ഈ ഗ്രീക്ക് പഠിച്ചു പോയിട്ട് വന്നു കയറും, ഇനിയും വരും, നിങ്ങൾ എന്നെ വിഷമിപ്പിക്കാതെ ഇരുന്നാൽ മതി. പെരിപ്പാറ്റയോ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? നമ്മുടെ നമ്മുടെ BSF ജവാന്മാരുടെ ജോലിയാണ്. എന്തോ BSF ജവാന്മാർ നമ്മുടെ ബോർഡറിൽ ചെയ്യുന്നത് എന്തോ? ബോർഡർ സെക്യൂരിറ്റി. എന്താ? അവരിങ്ങനെ ബോർഡർ സൂക്ഷിച്ച് നടക്കുക. ആരെങ്കിലും നുഴഞ്ഞു കയറുന്നുണ്ടോ? മനസ്സിലായില്ലേ? അപ്പം അവർക്ക് അതേ ഉള്ളൂ. once the actual war starts they withdraw and the army come forward. നിങ്ങൾക്ക് വല്ല മനസ്സിലായോ? ഇതാണ് പെരിപ്പാറ്റയോ എന്ന് പറഞ്ഞാൽ ഡു ലൈക്ക് ഡിഫൻസ്. ഇങ്ങനെ വാച്ച് ചെയ്ത് ഒബ്സർവ് ചെയ്ത് നുഴഞ്ഞുകയറ്റക്കാരുണ്ടോ? അവരുടെ ജോലി അതാ. എന്ന് വെച്ചാൽ അവരിങ്ങനെ റോന്ത് ചുറ്റുന്ന ജോലിയാണ്. അവരൊരിക്കലും എനിമി ടെറിട്ടറിയിലേക്ക് കടന്നാക്രമണം നടത്തില്ല. ഓ, നിങ്ങൾക്ക് മനസ്സിലായോ എന്തോ? ഹല്ലേലൂയ. അപ്പം അവർ ജഡത്തിൻ്റെ മോഹം നിർവഹിക്കില്ല. അകത്ത് ജഡത്തെ കൊല്ലുന്ന നിലയിലേക്ക് സഭ വന്നാൽ അടുത്ത മൂവാണ് ഫൈറ്റിംഗ്. അതുകൊണ്ടാണ് 5:25 ഗലാത്യർ പൗലോസ് പറയുന്നു, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുക. അവിടെ നടക്കുക എന്നുള്ളതിന് പെരിപ്പാറ്റയോ അല്ല സ്റ്റോയിക്കയോ, 2 പദങ്ങളാ ഗ്രീക്കിൽ. അതൊരു റെയർ വേർഡാണ്. സ്റ്റോയിക്കയോ എന്ന പദവാ. സ്റ്റോയിക്കയോ പറഞ്ഞാട്ടെ. സ്റ്റോയിക്കയോ ആ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താ അറിയാമോ? മാർച്ച് ലൈക്ക് ആൻ ആർമി അണ്ടു ദ എനിമി ടെറിട്ടറി. ഒരു സൈന്യത്തെ പോലെ എതിരാളിയുടെ ടെറിട്ടറിയിലേക്ക് മാർച്ച് ചെയ്യുക. ഈ പട്ടണത്തെ പിടിക്കുവാൻ, ദേശത്തെ പിടിക്കുവാൻ, എനിമി ടെറിട്ടറിയിലേക്ക് മാർച്ച് ചെയ്യുന്ന ഒരു സൈന്യമായി ദൈവസഭ ചലിക്കുവാൻ. യെസ്, let the church be moving as an army marching against the enemy territories, enemy fortresses. Oh, പിശാചിന്റെ എഫെസോസിൽ പൗലോസിനെ നിർത്തില്ലെന്ന് പറഞ്ഞു.
ഓടിക്കുമെന്ന് പറഞ്ഞു, തകർക്കുമെന്ന് പറഞ്ഞു. പൗലോസ് കൊരിന്ത്യർക്ക് കത്തെഴുതിയത് എഫെസോസിൽ ഇരുന്നുകൊണ്ടാ. അദ്ദേഹം പറഞ്ഞു, ഞാൻ എഫെസോസിൽ മൃഗയുദ്ധം ചെയ്തു, ഗ്ലാഡിയേറ്റർ. ജീവൻ പോകുമെന്ന് വിചാരിച്ചു. അതേ പൗലോസ് കൊരിന്ത്യർക്ക് വീണ്ടും കത്തെഴുതോ പറയുന്നു, എഫെസോസിൽ ഞാൻ പെന്തക്കോസ്ത് വരെ പാർക്കും. നിങ്ങൾ അറിയണം, നൃത്തത്തില്ലെന്ന പൗലോസിനെ വെല്ലുവിളിച്ച അർതെമിസിന്റെ മണ്ഡലങ്ങൾ പ്രബലപ്പെട്ടിടത്താണ് പൗലോസ് ഏറ്റവും അധികം കാലം താമസിച്ചു വേല ചെയ്തത്. അതുവരെ ഏറ്റവും കൂടുതൽ കൊരിന്തിലായിരുന്നു, 1.5 വർഷം. ഇവിടെ ഏതാണ്ട് എല്ലാം കൂടെ കൂട്ടിയാൽ 3-ൽ പരം വർഷം പൗലോസ് എഫെസോസിൽ തകർത്താടി. കാരണം എന്താണെന്നറിയാമോ? അവിടുന്ന് ഇരുളിന്റെ ശക്തിയെ അർതെമിസിന്റെ അടിവേരിറക്കി. ഇന്ന് രാവിലെ ദൂത് പറയുന്നു, ദേശത്ത് വാഴുന്ന അർതെമിസ് വ്യാപാരങ്ങൾ, അതിന്റെ കുടിയിരിപ്പുകൾ, അതിനെ തകർക്കാതെ, അതിന്റെ ബലിപീഠങ്ങളെ ഇടിക്കാതെ, അതിന്റെ തായ് വേർ ഇറക്കാതെ, അതിന്റെ നാരായ വേർ ഇറക്കാതെ ദൈവസഭയ്ക്ക് ജയമില്ല. എന്താ സംഭവിച്ചത്? ദൈവപ്രവൃത്തി അവിടെ ആരും കുറിച്ചു. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോൾ പൗലോസിനൊരു വാർത്ത കിട്ടി, ഈ സഭയ്ക്ക് എന്നെ കുഴപ്പമൊക്കെ സംഭവിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ ബലഹീനതകൾ ഈ സഭയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറയുന്നു, ഈ രീതിയിൽ നിങ്ങൾ പോയാൽ പറ്റില്ല. ദൈവം നമ്മളെ വിളിച്ചൊരു ഉദ്ദേശമുണ്ട്. 1:4, നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും. എന്താ വിശുദ്ധി? ഹാഗിയോസ്, ഗ്രീക്ക്. ഞാനത് തുടർന്നില്ല, ഞാൻ ലളിതമായി ഞങ്ങൾക്ക് പറയാം. ദൈവം നമ്മുടെ വിശുദ്ധിയെക്കുറിച്ച് 2 തലങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഒന്ന് പൊസിഷണൽ സാങ്ക്ടിറ്റി. എന്താണ് മലയാള വിഷയം പറയാം? സ്ഥാനവിശുദ്ധി. എന്താണ്? 2 ഡിസ്പൊസിഷണൽ സാങ്ക്ടിറ്റി അഥവാ ഭാവവിശുദ്ധി. നിങ്ങളുടെ സമീപനങ്ങളിൽ, മനോഭാവത്തിൽ 2 വിശുദ്ധികൾ. ഒന്നേതാണ്? സ്ഥാനവിശുദ്ധി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണം? ഞാൻ ഇതൊക്കെ കയറി വരാം. ഓക്കെ, എൻ്റെ തലയിൽ അങ്ങ് 5-6 മുടികളുണ്ട്. ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. ഇവിടെ പണ്ടത്തെ മുടിയൊക്കെ പാസ്റ്റർ ഓർക്കുന്നറിയില്ല, ചീപ്പ് കയറത്തില്ല, അതുപോലെ മുടിയായിരുന്നു. എൻ്റെ മോക്ക് ഭയങ്കര മുടിയാണ്. അവൾ ഇന്നലെ രാത്രിയിലും വിളിക്കും പറയായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര പാട്. 2 ദിവസത്തിലും 2 മണിക്കൂറെങ്കിലും മിനിമം വേണം എൻ്റെ മുടി. ഇപ്പോൾ ഒത്തിരി അങ്ങ് വളർന്നു, ഒരു രക്ഷയില്ല. ഇതൊന്ന് ഒതുക്കി കെട്ടി വെക്കണമെങ്കിൽ. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടും, അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമോ ചെയ്യും. മണിക്കൂറുകൾ, മുടിയുള്ള സഹോദരിമാർ ചോദിക്കണം, മണിക്കൂറുകൾ അവന് വേണ്ടി കഷ്ടപ്പെടും. ഈ തലയിലിരിക്കുന്ന കാലത്തോളം അല്ല ഉള്ളൂ നമ്മളതിനെ കെയർ ചെയ്യുന്നതും ഹോണർ ചെയ്യുന്നതും. സഹോദരന്മാർ, മുടിയുള്ള ഭാര്യമാരെയല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? കഷണ്ടിയുള്ള സ്ത്രീകളെ ആരെങ്കിലും കല്യാണം കഴിക്കുമോ? കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുമോ? നിർവാഹമില്ലാത്തന്നെ ചിലപ്പം കല്യാണം കഴിക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ സാരത്തിലളി. പക്ഷേ ഈ മുടിയിലൊന്ന് പൊഴിഞ്ഞ് താഴെ പോയാലോ? ശരിയല്ലേ ഞാൻ പറഞ്ഞേ? ഇത് തലയിലിരിക്കുന്ന കാലത്തോളം മാത്രമേ ഇതിന് കെയറുള്ളൂ, ഇതിനെക്കുറിച്ച് കരുതലുള്ളൂ, ഇതിന് പ്രൊട്ടക്ഷൻ ഉള്ളൂ, ഇതിന് ഹോണറുള്ളൂ. അതർവൈസ് ഇറ്റ്സ് എ വേസ്റ്റ്. ഇന്ന് രാവിലെ ദൈവസഭ അറിയണം, കർത്താവ് നിങ്ങളെ ഒരു സ്ഥാനത്ത് വെച്ചിരിക്കുകയാണ്. ഒരു പദവി നൽകി, ഒരു പേര് നൽകി, വിശുദ്ധന്റെ പേര് നൽകി, ദൈവ കുടുംബത്തിലെ അംഗമാക്കി നിങ്ങളെ ഒരു പൊസിഷനിൽ വെച്ചിരിക്കുക. ആ പൊസിഷന് പുറത്ത് നിങ്ങൾ പോയാൽ നിങ്ങൾ പിന്നെ വേസ്റ്റ് ആണ്. എഫെസോ സഭയെ, ദൈവം തിരഞ്ഞെടുത്ത സഭയെ, ദൈവം ഒരു സ്ഥാനത്ത് ഒരു പേര് നൽകി നിന്നെ തിരഞ്ഞെടുത്തു വെച്ചത് ദൈവത്തിന് വേണ്ടി നിൽക്കാനാ. സ്ഥാനം വിട്ടാൽ
തെരഞ്ഞെടുത്തവർ, ലോകസ്ഥാനത്തിനു മുമ്പേ തെരഞ്ഞെടുക്കപ്പെട്ടവർ, പുത്രത്വം നൽകപ്പെട്ടവർ. പക്ഷെ കാലം കുറെ കഴിഞ്ഞപ്പോൾ ഈ ജനത്തിൽ ബലഹീനത ബാധിച്ചു തുടങ്ങി. സ്തോത്രം. പൗലോസ് ഈ ജനത്തെ തിരുത്താൻ തീരുമാനിച്ചു. നിങ്ങൾ 1:15 മുതൽ വായിക്കുമ്പോൾ പൗലോസ് ഈ ജനത്തോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് കാണാം. അവിടെ എന്താ? ഞാൻ നിങ്ങളെക്കുറിച്ചൊരു വാർത്ത കേട്ടു, സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള വിശ്വാസം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, എൻ്റെ പ്രാർത്ഥനയെ നിങ്ങളെ ഓർക്കാൻ തുടങ്ങി. എന്നിട്ട് പറയുക, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. എന്താ ആഗ്രഹിക്കുന്നത്? 1:15 മുതൽ അത് നിമിത്തം ഞാനും നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്തെയും സകലവിശുദ്ധന്മാരുടെ സ്നേഹത്തെയും കുറിച്ച് കേട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇടപെടാതെ സ്തോത്രം ചെയ്തതിൻ്റെ പ്രാർത്ഥന നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ 2 കാര്യങ്ങൾ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ. അപ്പം ശ്രദ്ധിക്കൂ. ഞാൻ ഈ പറയുന്ന കാര്യം മറക്കരുത്. ഇന്ന് ദൈവസഭയ്ക്ക് യുദ്ധത്തിൻ്റെ മോഡിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾ അറിയണം, സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ നാച്ചുറൽ ആൻഡ് ഇന്നെവിറ്റബിൾ കോൺസിക്വൻസ് ഓഫ് എ ലൈഫ് ലിവിങ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ജീവിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ സ്വാഭാവികവും ഒഴിവാക്കാനാകാത്തമായ ഒരു പരിണിത ഫലമാണ് എന്ത്? ആത്മീയ യുദ്ധം. ആത്മീയ യുദ്ധം. നീ ഒരു ക്രിസ്ത്യാനിയാണോ? നിനക്കൊരു യുദ്ധമുണ്ട്. പ്രൈസ് ഗോഡ്. പണ്ട് അലക്സാണ്ടറിൻ്റെ പട്ടാളത്തിൽ ഒരു പട്ടാളക്കാരനുണ്ട്. യുദ്ധം മുറുകുമ്പോൾ ഇവനങ്ങ് ടെൻസ്ഡ് ആവും. ഇവൻ്റെ നരമ്പെല്ലാം വലിഞ്ഞു മുറുകും. യുദ്ധം മുറുകുമ്പോൾ ഇവൻ്റെ മുഖമെല്ലാം വലിഞ്ഞു മുറുകും, കൈയെല്ലാം വലിഞ്ഞു മുറുകും. അവസാനം അലക്സാണ്ടർ അവനെ വിളിച്ചു, എന്നെ പറ്റി നിനക്കെന്താ യുദ്ധം കാണുമ്പോൾ പേടി? അതെനിക്ക് പേടി യജമാനനെ. നിർബന്ധിച്ച് പട്ടാളത്തിലൊക്കെ വന്നതാ. പുള്ളി പറഞ്ഞു, നീ യുദ്ധം ചെയ്തെങ്കിലേ പറ്റത്തുള്ളൂ. അവനിങ്ങനെ പറച്ചു വയ്ക്കുമ്പോൾ ചോദിച്ച്, എന്താ പേരെന്തുവാ? അപ്പം അവൻ പറഞ്ഞു, എൻ്റെ പേര് അലക്സാണ്ടർ. ആരുടെ പേര്? അല്ല, പട്ടാളക്കാരൻ്റെ പേരും എന്താണ്? അലക്സാണ്ടർ. അപ്പം രാജാവ് പറഞ്ഞു, ഒന്നുകിൽ നീ യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ കഥയില്ല. നിങ്ങൾക്ക് എത്ര എന്തിനാ ഒരു പുതിയ പേര് തന്ന ദൈവ കുടുംബത്തിൽ അങ്ങ് വാക്ക് വെച്ചത്? ഇറ്റ് ഈസ് ടു ഫൈറ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഒന്നുകിൽ പെന്തക്കോസ്തുകാരെന്നുള്ള പേര് മാറണം, ഒന്നുകിൽ ക്രിസ്ത്യാനി എന്നുള്ള പേര് മാറണം, അല്ലെങ്കിൽ ഇന്ന് രാവിലെ ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കണം, ഒരു ആത്മീക പോരാട്ടത്തിന്. പൗലോസ് പറയുന്നു, നിങ്ങൾ യുദ്ധത്തിന് തയ്യാറാകണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെയും, അടുത്തിരിക്കാൻ്റെ ഒളിത്താട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് പേടിയായിരിക്കും. കൈ കൊടുത്തിട്ട് പറ, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. എന്നോടുകൂടെ പറ. എന്തിനാ ഈ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ്? ഇവരവിഷയം പ്രാപിച്ചവരല്ലേ? ആണോ? അതിൻ്റെ 14-ാം വാക്യം എന്താ പറയുന്നത്? വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിടി പരിശുദ്ധാത്മാവിനാൽ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആൾറെഡി വന്നൊരു സഭയല്ലേ? പിന്നെന്താ ഈ ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവ്? നിങ്ങൾ ശ്രദ്ധിക്കൂ. ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവെന്ന് പറയുന്നിടത്ത് സാധാരണ ഇംഗ്ലീഷിലെ ഭേദം അല്ലെങ്കിൽ ആർട്ടിക്കിൾ, ഗ്രീക്കിലും ഒക്കെ എന്തോ കൊടുക്കും? ഒരു നൗൺ പറയുമ്പോൾ അതിൻ്റെ കൂടെ എന്തോ കൊടുക്കും? ആർട്ടിക്കിൾ കൊടുക്കും. ഈ ആത്മാവെന്നുള്ളതിന് ആർട്ടിക്കിൾ കൊടുത്തിട്ടില്ലെങ്കിൽ അത് ദൈവാത്മാവല്ല. ദൈവാത്മാവെന്ന് പറയുന്നിടത്തെല്ലാം എന്തോ കൊടുത്തിട്ടുണ്ട്? ഈ നമ്മൾ ഇംഗ്ലീഷിലെ ദി എന്ന് പറയുന്ന ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ദി എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ? എന്താ മിണ്ടാത്തേ? ഞാൻ ആ ഫ്ലോയിലോട്ട് നിന്ന് കയറി പറ്റും. നിങ്ങൾ എൻ്റെ കൂടെ വരുന്നില്ല, അതുകൊണ്ട് എൻ്റെ ആ ഋതത്തിലേക്ക് ഞാൻ കയറാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇത് 1-ാം ദിവസം ഉപവാസത്തിൻ്റെ. അപ്പോൾ 1-ാം ദിവസം നമ്മൾ ക്രമീകരിച്ചില്ലേ, പിന്നെ അടുത്ത ദിവസങ്ങൾ കത്തണ്ടായോ? ശ്രദ്ധിക്ക്. അപ്പോൾ ഇത് പറയുന്നത് ജ്ഞാനത്തിൻ്റെ വെളിപ്പാടിൻ്റെ ആത്മാവെന്ന് പറയുന്ന ദൈവാത്മാവിനെ കുറിച്ചല്ല. അതിൽ നമ്മുടെ മനുഷ്യാത്മാവിൽ വെളിപ്പെടേണ്ട 2 ആട്രിബ്യൂട്ട്സ് ആണ്. ദൈവാത്മാവ് നമ്മിൽ വന്ന് നമ്മുടെ മനുഷ്യാത്മാവിൽ
വെളിപ്പെടേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന് ജ്ഞാനം, ഒന്ന് വെളിപ്പാട്. പറ, ജ്ഞാനം. അപ്പം ഇനി ഞാൻ പറയാം, ജ്ഞാനത്തിൻ്റെ ആത്മാവ് പ്രാപിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്തിനാ ജ്ഞാനാത്മാവ്? നിങ്ങൾക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ ആലയം ഉണ്ടാക്കുവാൻ, പെട്ടകമുണ്ടാക്കുവാൻ ഹോലിയാവിനെയും ബസലേലിനെയും തിരഞ്ഞെടുത്ത് അറിയത്തില്ലേ? അപ്പം അവർക്ക് ഈ ആലയത്തിൽ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ ദൈവം എന്നെ കൊടുത്തു? സ്പെഷ്യൽ ജ്ഞാനാത്മാവ് കൊടുത്തില്ലേ? നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ഒരു ജ്ഞാനാത്മാവ് കൊടുത്തെന്ന് പറഞ്ഞാൽ അവർക്ക് ജ്ഞാനത്തിൻ്റെ ആത്മാവ് വന്നു. അങ്ങനെ വന്നതുകൊണ്ട് എന്നാ പറ്റി? അന്ന് വരെ ഉണ്ടാക്കിയിട്ടുള്ളൊരു സാധനമാണോ ഈ പെട്ടകം? അതിൻ്റെ ബ്ലൂ പ്രിൻ്റ് വല്ലതും അവർ കണ്ടോ? ആരെങ്കിലും ഡ്രോയിങ് വരച്ചോ? ആരാ ഇത് അവരോട് പറഞ്ഞു കൊടുത്തത്? മോശ മാത്രമേ എന്താ കണ്ടുള്ളൂ? ബ്ലൂ പ്രിൻ്റ് കണ്ടുള്ളൂ. ബാക്കി മോശ പറഞ്ഞു കൊടുത്തതാ. അപ്പോൾ പറഞ്ഞു കൊടുത്തത് കേട്ട് അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർക്ക് ആ പെട്ടകവും ആലയത്തിലും ഉപകരണങ്ങളും ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ ഇന്ന് രാവിലെ തിരിച്ചറിയണം, ജ്ഞാനാത്മാവുള്ള ഒരാളിന് കാര്യങ്ങൾ ഭാവനയിൽ കണ്ട് രൂപപ്പെടുത്തുവാൻ കഴിയും. ജ്ഞാനാത്മാവുള്ളവന് മാത്രമേ ചില പദ്ധതികൾ ഭാവനയിൽ കണ്ട് ആ കാര്യങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളോട് ഞാൻ സഭയ്ക്കോട് പറയാനുള്ള ദൂത, സഭ ജ്ഞാനാത്മാവിലേക്ക് വരണം. എന്താണ് ഈ പട്ടണത്തിൽ ചെയ്യേണ്ടതെന്ന്, എന്താണ് ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന്, എന്തൊക്കെയാണ് അതിന് ആസൂത്രണം വല്ല മനസ്സിലായോ? പാട്ടും പാടി അന്യഭാഷ പറഞ്ഞ് പോകുന്ന കാര്യമല്ലേ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ പട്ടണത്തിൽ ദൈവപ്രവൃത്തിക്ക് ആരം കുറിക്കുവാൻ ഞാൻ ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ചൊരു പ്രോജക്റ്റ് തയ്യാറാക്കണം. I challenge us. ഉപവാസത്തിന്റെ പ്രഥമ പകൽക്കാലം ഈ സഭയോടുള്ള ആദ്യത്തെ ദൂത് പറയുന്നു, ചർച്ച് ബി പ്രിപ്പയറിംഗ് എ പ്രോജക്റ്റ് ടു ടേൺ ദിസ് സിറ്റി അപ്സൈഡ് ഡൗൺ. ഈ പട്ടണത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു പ്രോജക്റ്റ് ഈ സഭ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചൊരു വെളിപ്പാട് പ്രാപിക്കണം. അതിനെക്കുറിച്ച് ജ്ഞാനാത്മാവിൽ ഒരു പദ്ധതി തയ്യാറാക്കണം. ആമേൻ. 2, ജ്ഞാനാത്മാവ് എന്തുകൊണ്ട് വേണം? പറയാം. ജ്ഞാനാത്മാവ് ഒരാളിൽ വ്യാപരിച്ചാൽ 2, അയാൾക്ക് പ്രാക്ടിക്കൽ വിസ്ഡം ഉണ്ടാകും. എന്താണ് എന്ന് പറഞ്ഞാൽ, എന്താണ് പ്രയോഗത്തിൽ ഒരു കാര്യം വരുമ്പോൾ, ഒരു ഇഷ്യൂ വരുമ്പോൾ, ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു ചോദ്യം വരുമ്പോൾ അതിന് കണിശമായ, ശരിയായ, മനോഹരമായ, സൊല്യൂബിളായ ഉത്തരം പറയാൻ കഴിയുന്ന നിലയിൽ. അത് പുസ്തകത്തിൽ വായിച്ചിട്ടല്ല പറയുന്നത്. ജ്ഞാനാത്മാവുള്ള ഒരാളിന് ഏതൊരു ഇഷ്യൂവിനെയും അതിന് പരിഹാരം പറയാൻ കഴിയും. ഇന്ന് രാവിലെ ദൈവസഭയ്ക്ക് 2ാമത്തെ നിലയിൽ വേണ്ടത്, അതേ കാര്യങ്ങൾ വെളിപ്പെട്ടു വരുമ്പോൾ അതിന് ശരിയായ പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയുന്ന നിലത്തിൽ ദൈവസഭ ജ്ഞാനാത്മാവിൽ വളരണം. Praise God. ഹല്ലേലൂയ. 3ാമത്, ജ്ഞാനാത്മാവ് വന്നാൽ ഒരു ഗുണം എന്താണെന്നറിയാമോ? പറയാം. അതിൽ 2ാമത്തെ കാര്യം പറയുന്നത് ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനെ പ്രാപിക്കണം. അതുകൂടെ ചേർത്ത് പറയാം. ഒരാളിന് വെളിപ്പാടിൻ്റെ ആത്മാവ് കിട്ടിയാൽ അതിൽ എന്ത് കാണും? പറഞ്ഞാട്ടെ. വെളിപ്പാടിൻ്റെ ആത്മാവ് കിട്ടിയാൽ അതിൽ എന്ത് കാണും? വെളിപ്പാട് കാണും. എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങളെന്ത് മനസ്സിലാവുന്നില്ല ഞാൻ പറയുന്നത്? ഒരാളിന് വെളിപ്പാടിൻ്റെ ആത്മാവ് കിട്ടിയാൽ വെളിപ്പാട് കാണും. ഞാനൊരു വെളിപ്പാട് കാണുന്നു. ഇപ്പം ഞാൻ കാണുന്നൊരു കാഴ്ച, ഞാൻ ജോമോൻ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ജോമോൻ പാസ്റ്ററിന് മുന്നിൽ ഒരു വാതിൽ അടഞ്ഞു കിടക്കുന്ന ഒരു പിക്ചർ ഞാൻ കാണുക. ഞാനപ്പോൾ അതിനപ്പുറത്തേക്ക് നോക്കുക. അപ്പുറത്ത് നോക്കുമ്പോൾ ആ വാതിൽ അടഞ്ഞു കിടക്കുന്നു. വാതിലിന് അപ്പുറത്ത് ഭയങ്കര വാഴത്തോട്ടവും കപ്പത്തോട്ടവും മനോഹരമായ കൃഷിയും ഒക്കെ. അതിനപ്പുറത്തേക്ക് വീണ്ടും നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് കുറേ മുന്തിരിയൊക്കെ ഇങ്ങനെ വളഞ്ഞ് പഴുത്ത് കിടക്കുന്നു. അപ്പം ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കണ്ട വെളിപ്പാടാണ്. അപ്പം ഞാൻ വിചാരിക്കും, ഈ വെളിപ്പാട് എന്തുവാ പറയേണ്ടത്? ഞാൻ ആ വെളിപ്പാടിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങും.
ഞാൻ പറയും, മകനെ, ജോമോനെ, എന്താ ഞാൻ കാണുന്നത്, നിന്റെ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ യാത്രക്കുള്ളൊരു വാതിലുണ്ട്, പക്ഷേ അത് അടഞ്ഞു കിടക്കുക. മകനെ, ആ വാതിൽ നിനക്ക് വേണ്ടി തുറന്നു കിട്ടിയാൽ ആ വാതിലിനപ്പുറത്ത് നീ പ്രതീക്ഷിക്കാത്ത ചില നന്മകൾ, ചില അനുഗ്രഹങ്ങൾ, ചില കൊയ്ത്തുകൾ, ചില പച്ചപ്പുകൾ നിനക്ക് മുൻപിലുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ നീ ദൈവത്തിൽ പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടിയുള്ള വാതിൽ തുറന്നുകൊള്ളൂ. ഇത് ദൂത ഈ വെളിപ്പാടിനെ ഇന്റർപ്രറ്റ് ചെയ്ത് പറയണമെങ്കിൽ, ഞാൻ ദൂത പറഞ്ഞല്ല, ഇങ്ങനെ കാണുന്ന വെളിപ്പാടിനെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനാത്മാവ് വേണം. കത്തിയില്ല നിങ്ങൾക്ക്? ഓ, എനിക്ക് ഏലിയാവും ദാവീദൊക്കെ പ്രസംഗിക്കാൻ അറിയാം. ഞാനതിനെ ഏലിയാവും ദാവീദൊക്കെ രാവിലെ തൊട്ട് തുടങ്ങിയത്. പക്ഷേ ഇത് നിങ്ങൾ അകത്തോട്ടൊരു ചാനൽ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയില്ല. ആ തലം വെളിപ്പെട്ടാൽ, നിങ്ങളിൽ ജ്ഞാനാത്മാവ് വെളിപ്പെട്ടാൽ, നിങ്ങളിൽ ഹല്ലേലൂയ വെളിപ്പാടിൻ്റെ ആത്മാവ് വെളിപ്പെട്ടാൽ ചില വെളിപ്പാടുകൾ നിങ്ങൾ കാണാൻ തുടങ്ങും. ആ വെളിപ്പാടുകൾ കാണാൻ തുടങ്ങുമ്പോൾ അതിനെ നിങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്ക് വേണ്ടിയുള്ള വഴികൾ നിങ്ങൾ തന്നെ തുറക്കുവാനിടയാകും. ഇന്ന് രാവിലെ ജ്ഞാനാത്മാവിലേക്ക് ദൈവസഭ നടക്കട്ടെ. ഓ, വെളിപ്പാടിൻ്റെ ആത്മാവിലേക്ക്, ജ്ഞാനത്തിൻ്റെ ഓ റബലമനഹശര അത്തൽ കടകരഗദനെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ let the church be moving into the realm of the spirit of wisdom, spirit of revelation. ഞാൻ ആത്മാവിൻ്റെ ഒരു ഗുണം കൂടെ പറയാം. ഒരു കുവൈറ്റിൽ ഞങ്ങളെല്ലാവരും കൂടെ ഒരു വീട്ടിലിങ്ങനെ പ്രാർത്ഥനയ്ക്കിരിക്കുക. കുവൈറ്റിലായിരിക്കുന്ന സമയത്ത് ഞാനൊരു സഭയുടെ ശുശ്രൂഷനായിരുന്നു 3 വർഷം. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഹൗസ് മേറ്റ്സായിട്ടൊക്കെ ഉള്ള ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അവർ ഈ മീറ്റിംഗ് വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വരും. അപ്പോൾ ഒരു സഹോദരി വേറൊരു സഹോദരിയുടെ കൂട്ടിക്കൊണ്ട് വന്നു. അവർ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ളൊരു സഹോദരിയായി കൂട്ടിക്കൊണ്ട് വന്നേ. അപ്പോൾ അവരിങ്ങനെ ഞങ്ങളിങ്ങനെ ഒന്നിച്ച് ആരാധിച്ച് ഇങ്ങനെ കത്തിക്കയറിയപ്പോൾ ദൈവം ഞങ്ങളുടെ കൂടെ അന്യഭാഷ പറയാൻ തുടങ്ങി. കടുപൊട്ടുന്ന മാതിരി അന്യഭാഷ പറയുക. എന്താണ്? എല്ലാവരും അതിന് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? പക്ഷെ ആത്മാവ് പറഞ്ഞു അത് ദുരാത്മാവാണ്. എങ്ങനെ തിരിച്ചറിഞ്ഞു? ജ്ഞാനാത്മാവിൽ. ജ്ഞാനാത്മാവ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ഡിസേണിംഗ് പവർ. ഒരാളിൽ ഒരു മണ്ഡലത്തിൽ വ്യാപരിക്കുന്നത് ദൈവാത്മാവാണോ ദുരാത്മാവാണോ? നിങ്ങൾ ഞെട്ടത്തില്ലെങ്കിൽ, ഞെട്ടാൻ സാധ്യത കുറവാണ്, എന്നാലും നാണക്കേടുണ്ടാക്കുന്നൊരു കാര്യമാണെങ്കിലും പറയാം. ബ്രദർ രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരു ശ്രീലങ്കൻ പാസ്റ്ററാണ്. അയാൾ മരിച്ചുപോയി. അദ്ദേഹം ഭയങ്കര തിരുവനന്തപുരത്തൊക്കെ വന്ന് ശുശ്രൂഷ നടത്തില്ല. അയാൾ ശുശ്രൂഷ വരുന്നിടത്ത് ഒരു 500 ഭൂതം ഗ്രൗണ്ടിൽ എന്ത് ചെയ്യും, ഇളകും. റാന്നിയിലെ, കൊല്ലത്ത്, തിരുവനന്തപുരത്തൊക്കെ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ഒരു 20 വർഷത്തിന് മുമ്പാണ് റാന്നിയിൽ വന്ന് മീറ്റിംഗ് നടത്തി. ഞാനന്ന് മണക്കാലയിൽ MD ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ആ മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ ഒരു ടീച്ചർക്ക് ഒരു ടൊയോട്ട കോളീസ് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം ഇടിച്ചു കയറിപ്പോയി. സ്തോത്രം. ആ മീറ്റിങ്ങിന് ചെന്നു. ആ മീറ്റിംഗ് സംബന്ധിച്ച് അദ്ദേഹം ഞങ്ങൾ ആ മീറ്റിംഗ് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ വരി ഉത്തരവിൽ 15 മിനിറ്റ് വചനം പറയും. ഒരു 10,000 പേര് കൂടും. ആ വചനം പറഞ്ഞിട്ട് ഒടുവിൽ അദ്ദേഹം പ്രാർത്ഥിക്കും, യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തെ അടക്കി വരുന്ന ദേശാധിപതി അടഞ്ഞപ്പോ, അദ്ദേഹത്തിൻ്റെ ഒരു ശ്രീലങ്കൻ തമിഴ, അടഞ്ഞപ്പോ. ആ ശബ്ദമൊക്കെ ഇപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ അത് പറഞ്ഞു തിരികെയും ഈ ഗ്രൗണ്ടിൽ അവിടെ ഇവിടെയായി 100 കണക്കിന് ഭൂതവളി വീടും. ഇവിടെ ഒന്നിൻ്റെ തലയൊക്കെ വെച്ചൊരു ഭൂതത്തെ ഇളക്കിയ പിന്നെ ഞാൻ ഏണ്ട് വലിയ പുള്ളിയാണ്. ഇത് ഒറ്റ ശാസന ശാസിക്കുമ്പോൾ അയ്യോ കൂട്ടമായിട്ട് ഭൂതളക. ഞാനെല്ലാം സമയം കിട്ടുന്നെങ്കിൽ തൊടാം എങ്ങനെ അത് സാധിക്കുന്നതെന്ന് പറയാം. നമ്മൾ സ്പിരിച്വൽ വാർഫെയറിലാണല്ലോ. ഇന്ന് രാവിലെ ദൈവസഭയോട് ദൂത് പറയാം. സ്പിരിറ്റ് ഓഫ് ഡിസൈനിങ് പവർ, വിവേചിക്കാനുള്ളൊരു കൃപ ഏറ്റെടുക്കണം. അത് ഞാൻ ആത്മാവ് പ്രാപിക്കണം. ദൈവസഭയെ കുറിച്ച് പൗലോസ് പറയുന്ന 2ാമത്തെ കാര്യം, ഈ സഭ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ പ്രാപിക്കണം. അടുത്ത എന്താ വായിന്നേ? ഹൃദയത്തിൽ പ്രകാശിക്കണം എന്ന് പറഞ്ഞാൽ എന്നാ? ഹൃദയത്തിന് കണ്ണുണ്ടോ? പ്രതികരിക്കൂ. ഹൃദയത്തിന് കണ്ണുണ്ടോ? അതെന്നാ കണ്ണെന്ന് പറഞ്ഞാൽ ആത്മീയ കണ്ണ് തുറക്കണം. ആത്മീയമായ അല്ല, ആത്മീയ കണ്ണ്, ആത്മക്കണ്ണ് അങ്ങനെ പറയാം. ആത്മീയ കണ്ണെന്ന് പറഞ്ഞാൽ ഇത്തിരി മാറിപ്പോവും. എന്താണ് ഈ നമ്മുടെ ആളുകൾ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ആത്മമണ്ഡലം, ആത്മീയ മണ്ഡലം. ഇത് രണ്ടും രണ്ടാണ്. ആത്മമണ്ഡലവും ആത്മീയ മണ്ഡലവും രണ്ടാണ്. എന്ന് പറഞ്ഞ പോലെ ആത്മീയ കണ്ണല്ല, ആത്മക്കണ്ണ് തുറക്കണം. ലളിതമായി പറഞ്ഞാൽ അകത്തെ മനുഷ്യൻ്റെ കണ്ണ്
നമുക്കെല്ലാം പുറമേ കണ്ണില്ലേ മോനെ ജോയല്? ഉണ്ട്. പുറമേ കണ്ണുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാണും. കാണത്തില്ലേ? പുറമേ കണ്ണില്ലെങ്കിലോ? ഒരാൾ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെ അറിയുന്നത്? ഹൗ ഡു വി നോ വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട്? കണ്ടതുകൊണ്ട് മാത്രം? ഓക്കെ, എൻ്റെ പുറകിലൊരു 3 കസേര കിടപ്പുണ്ട്. ഈ 3 കസേര കിടപ്പുണ്ട്. ഞാനിങ്ങനെ പ്രസംഗിച്ച് നോക്കുമ്പോൾ കസേരകളിലൊന്ന് പടോന്ന് താഴെ വീണു. അപ്പോൾ എൻ്റെ ചെവി എന്നോട് പറഞ്ഞു, നിൻ്റെ പുറകിലെ കസേരകളിലൊന്ന് താഴെ പോയിട്ടുണ്ട്. പക്ഷേ അത് 1ാമത്തെ കസേര, 2ാമത്തെ കസേര, 3ാമത്തെ കസേര ഞാൻ എങ്ങനെ അറിയും? കണ്ണൂടെ വരണം. 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്, പഞ്ചേന്ദ്രിയങ്ങൾ. ഈ 5 ഇന്ദ്രിയങ്ങൾ വഴിയാണ് നമ്മൾ കാര്യങ്ങൾ അറിയുന്നത്. ഈ 5 ഇന്ദ്രിയങ്ങളിൽ 2 ഇന്ദ്രിയങ്ങളെങ്കിലും ഒന്നിച്ച് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ഒരു കാര്യത്തിൻ്റെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മുടെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ചുറ്റുപാട്ടത്ത് നടക്കുന്ന അറിയാൻ പറ്റില്ല. പൊട്ടക്കണ്ണന്മാർ ആനയെ കണ്ടതുപോലെ ആനയെ പിടിച്ചതുപോലെ ഇരിക്കും. ഒരുത്തൻ കാലെ പിടിച്ചിട്ട് പറഞ്ഞ ആന തൂണ് പോലാന്ന്, വേറൊരുത്തൻ വാലെ പിടിച്ചിട്ട് പറഞ്ഞ ആന ചൂലുപോണാണെന്ന്, വേറൊരുത്തൻ വയറിന് പിടിച്ചിട്ട് പറഞ്ഞ ആന കുന്നുപോലാണെന്ന്, വേറൊരുത്തൻ ചെവിയെ പിടിച്ചിട്ട് പറഞ്ഞ ആന മൊന പോലാണെന്ന്. ഇത് വല്ലതും ആണോ ആന? അല്ല. പറഞ്ഞതിൻ്റെ സാരം, നമ്മുടെ ഇന്ദ്രിയങ്ങൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഭൗതിക ലോകത്തിൽ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തെന്ന് അറിയാൻ കഴിയത്തുള്ളൂ. വാട്ട്സ് ഹാപ്പനിങ് അറൗണ്ട് ദാറ്റ് വിൽ ബി കമ്മ്യൂണിക്കേറ്റഡ് ടു us through the 5 sense organs. തിയോളജി ഭാഷയിൽ ഞങ്ങൾ എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയും. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, ആ എംപിരിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിനപ്പുറം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റീവ് സ്റ്റഡിക്കപ്പുറം ഒരു സബ്ജക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണമെങ്കിൽ, ഒരു ആത്മനിഷ്ഠമായ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകണമെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യന്റെ കണ്ണു തുറക്കണം. അകത്തെ മനുഷ്യന്റെ കണ്ണു തുറക്കണം. ഇന്ന് രാവിലെ സ്വർഗം വിളിച്ചു പറയുന്നത്, നിങ്ങളുടെ ആത്മമനുഷ്യന്റെ കണ്ണു തുറക്കണം. ഹല്ലേലൂയ! ആത്മമനുഷ്യന്റെ കണ്ണ് തുറന്നാലുള്ള ഗുണമെന്താ? ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രമേയം. യു നീഡ് ടു ബി എൻലൈറ്റൻഡ്. You must be coming to or growing to that level of seeing the realm of spirit. നിങ്ങൾ എൻ്റെ കൂടെയുണ്ടോ? ആത്മമണ്ഡലം കാണാൻ തുടങ്ങണം. നമ്മുടെ ഫൈറ്റ് സ്പിരിച്വൽ വാർഫെയർ ഭൗതികമല്ല. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡികമല്ല. നമ്മുടെ പോര്, ഞാൻ മുൻപോട്ട് പോയി പറയാം, തിരിച്ചു വരാം. നമ്മുടെ പോര് ഭൗതിക മണ്ഡലത്തിലല്ല. യുദ്ധം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ആയുധമെടുത്ത് യുദ്ധത്തിൽ വന്ന ഇവിടുത്തെ ഭൗതിക യുദ്ധമല്ല. നമ്മുടെ യുദ്ധം ആത്മീക യുദ്ധമാണ്. ആത്മീയ യുദ്ധം നടക്കുന്ന ആത്മമണ്ഡലത്തിലാണ്. ആത്മമണ്ഡലത്തിൽ യുദ്ധം കാണണമെങ്കിൽ, അറിയണമെങ്കിൽ ആത്മമണ്ഡലം കാണണം. അല്ലെങ്കിൽ എന്തുവാ നമ്മുടെ ഭാഷ പറഞ്ഞ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. എന്താ ബീറ്റിംഗ് അറൗണ്ട് ബുഷ് എന്ന് കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞാൽ എന്തുവാ? കാടടച്ച് കോൺട്രാക്ടർ മീറ്റിങ്ങിന് നിൽക്കുമ്പോൾ ഞാൻ ശുശ്രൂഷ വിളിച്ച അതിന് വേറെ ഇതാക്കാൻ ഞാനിങ്ങനെ ശുശ്രൂഷയ്ക്കാട്ടി ചെന്നോടിയിരുന്നു. അപ്പോൾ എൻ്റെ വലതുവശത്ത് പാസ്റ്റർ ഇരിപ്പുണ്ട്. ആ പാസ്റ്റർ ഇടതുവശത്ത് എൻ്റെ സഭയുടെ പാസ്റ്ററുണ്ട്. വലതുവശത്തിരിക്കുന്ന പാസ്റ്റർ എന്തോ എന്നറിയാമോ? ഞാൻ ചെന്നിരുന്ന സമയം മുതൽ ഈ മനുഷ്യൻ എൻ്റെ ഭാഷ പറയാ ഭൂപിശാചെന്ന് ശാസിക്കുക. ഞാൻ എൻ്റെ ദൈവം ഈ ആരാധന സമയത്ത് ഞാൻ വിചാരിച്ചു ഈ മനുഷ്യൻ എന്നോട് എന്താ അലർജി ഉണ്ടായിരിക്കും. എൻ്റെ അന്നത്തെ സങ്കല്പമാണ് ഈ മനുഷ്യൻ, അതുകൊണ്ട് എന്നെ ഇട്ടായിരിക്കും ഈ ശാസിക്കുന്നത്. എൻ്റെ സങ്കല്പം അങ്ങനെ അങ്ങ് പോയി കേട്ടോ. തെറ്റിദ്ധാരണയായിരുന്നത്. അവസാനം ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റ്. നമുക്ക് പലപ്പോഴും എത്ര ആത്മീയനാന്ന് പറഞ്ഞാലും ഈ മാനുഷ്യ ബുദ്ധി ചിലപ്പോഴൊക്കെ ചില ചിന്തകൾ കയറി വരുമല്ലോ. അപ്പം ഞാൻ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് തകർത്തു പിടിച്ച് ആരാധിക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മനുഷ്യൻ എനിക്കെതിരെ അല്ല ഈ ശാസിച്ചത് മുഴുവൻ. എൻ്റെ ശുശ്രൂഷ വെളിപ്പെടണമേ എന്നുള്ള ആഗ്രഹത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ശാസിക്കായിരുന്നു. പക്ഷേ എന്നോട് ദൈവാത്മാവ് പറഞ്ഞ് ഈ മനുഷ്യൻ വന്നിരുന്ന സമയം മുതൽ ഈ ശാസിച്ചത് ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ, ഫോക്കസ്ഡ് അറ്റാക്ക് അല്ല, ആത്മമണ്ഡലം കണ്ടോണ്ടല്ല. നിങ്ങൾ കത്തിയില്ല. ഞാൻ നിങ്ങളോട് ഒരു മർമ്മം പറയാം. ഒരാൾ നിങ്ങൾക്കെതിരെ ചീത്ത വിളിച്ച് ബഹളം ഉണ്ടാക്കി വഴക്കിന് വരുന്നെങ്കിൽ, ആ ആൾ വഴക്കിന് വരുന്നെങ്കിൽ, ഞാൻ പലപ്പോഴും ഡിസൈൻ ചെയ്യുന്ന ആ ആളിനോടല്ല എനിക്ക് ഫൈറ്റ്, അയാളുടെ പിൻപിൽ ഒരു വ്യാപാരമുണ്ട്. നമ്മൾ അയാളോട് വാക്കിന് പ്രത്യുത്തരം പറഞ്ഞ് വഴക്കടിക്കാൻ പോയാൽ നമ്മൾ ഭൗതിക മണ്ഡലത്തിലെ യുദ്ധം ചെയ്യുന്നത്.
ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചറിയണം, ആത്മമണ്ഡലം കണ്ട് യുദ്ധത്തിന് ദൈവജനം തയ്യാറാകണം. ആത്മീക യുദ്ധം ആത്മമണ്ഡലത്തിലെ യുദ്ധമാണ്. പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല. ആത്മീയ യുദ്ധത്തിന് ആത്മമണ്ഡലം കാണാൻ തുടങ്ങണം. യു നീഡ് ടു സീ വാട്ട്സ് ഹാപ്പനിങ് ഇൻ ദ സ്പിരിച്വൽ realm. ഹല്ലേലൂയ. ആത്മമണ്ഡലം കണ്ട് യുദ്ധം ചെയ്യാൻ തുടങ്ങണം. നിങ്ങൾക്ക് എത്ര പേർക്ക് ആത്മമണ്ഡലം കാണാൻ കഴിയുന്നുണ്ട്? എനിക്ക് പൗലോസിന്റെ പ്രയോഗത്തിന്റെ അവസാന വാക്കിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശനം വിളിയാലുള്ള ആശയനെന്നും വിശുദ്ധന്മാരെല്ലാം അനവാസത്തിന് മഹമാദിനമെന്നും അവൻ്റെ ബലത്തിൻ വല്ലഭത്വത്തിൻ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കണം. നിങ്ങൾ അറിയേണ്ടതിനും, എന്നെ ശ്രദ്ധിച്ചോ, അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ച അറിയേണ്ടതിന്. പറഞ്ഞാട്ടെ, ശ്രദ്ധിക്കൂ. അറിയുക എന്നതിന് യവനായ ഭാഷയിൽ 2 പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അറിയുക, ഒന്ന് ഗിനോസ്കോ, ഇംഗ്ലീഷിൽ KNOW, നോ, കിനോ എന്ന് എഴുതിയിട്ട് നോ എന്ന് പറയുന്ന അർത്ഥമാണ് അതിന്, ഗിനോസ്കോ, അറിയുക. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്ന പദമുണ്ടല്ലോ, എയ്ഡോ എന്ന പദമാണ്. ഒന്ന് പറഞ്ഞേ, എഡോ എന്നൊന്ന് പറഞ്ഞേ, എഡോ, ഡോ എന്ന് പറഞ്ഞേ. അപ്പൊ ഇനി മറക്കത്തില്ലല്ലോ. എന്താണ് ആ വാക്ക്? എയ്ഡോ എന്ന പദമാണ്. എഡോ എന്ന് പറഞ്ഞിട്ട് എയ്ഡോ ആക്കിയാൽ മതി. എന്താ നമ്മൾ ഈ മ്യൂസിക്കിനൊക്കെ പ്ലെയിൻ നോട്ടിൽ നിന്നൊരു ഹൈ നോട്ടിലോട്ട് പോകുന്നു, അല്ലോ അങ്ങനെ ഉണ്ടല്ലേ? പ്ലെയിൻ നോട്ടിൽ നിന്ന് പീക്കിൽ പോയി എയ്ഡോ. എഡോ എന്നുള്ളത് വേദപുസ്തകത്തിൽ കെറ്റി അറിവുകളുണ്ടാകാം. കുറെ ഗ്രീക്ക് പഠിച്ച അറിവ് എനിക്കുണ്ടാകാം, കുറെ ഹീബ്രു പഠിച്ച അറിവ് എനിക്കുണ്ടാകാം, വായന കൊണ്ട് കുറെ അറിവുണ്ടാകാം. പക്ഷേ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഗ്രീക്ക് പഠിച്ചതുകൊണ്ട് അറിയത്തില്ല, ഹീബ്രു പഠിച്ചുകൊണ്ട് അറിയത്തില്ല, വേദപുസ്തകം വായിച്ചുകൊണ്ട് അറിയില്ല. നിങ്ങളുടെ ആത്മ തിട്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ വെളിപ്പാടിൽ ആത്മമണ്ഡലം കാണണം. അങ്ങനെ അറിയാൻ തുടങ്ങണം. ഇന്ന് രാവിലെ ആത്മമണ്ഡലം വെളിപ്പാടിനാൽ കണ്ടറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിനപ്പുറം ആത്മമണ്ഡലം കാണുവാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ പോരാട്ടത്തിൽ നിങ്ങൾ പാതി ജയിച്ചു. യമന വൈഡാരത്ത ജുബമന വൈഡാരത്തെ ഓടാരബന വൈഡാരത്ത ജിമമന. ആത്മമണ്ഡലം കാണുവാൻ, ആത്മമണ്ഡലം കാണുവാൻ, ആത്മമണ്ഡലം കാണുവാൻ, ഒരു ഫോക്കസ്ഡ് അറ്റാക്ക് നടത്തുവാൻ, ഒരു ടാർഗറ്റഡ് അറ്റാക്ക് നടത്തുവാൻ, ഒരു പനോറമിക് അറ്റാക്ക് നടത്തുവാൻ ഇന്ന് രാവിലെ ചലഞ്ച് ചെയ്യുന്ന ദൈവസഭയെ വെളിപ്പാടിലേക്ക് നടക്കട്ടെ. അടുത്തിരിക്കുന്ന ആളിനെ കൈ കൊടുത്തിട്ട് പറ, നമുക്ക് വെളിപ്പാട് കണ്ടു തുടങ്ങാം. ചുമ്മാണ്ട് പറയരുത്, ചുമ്മാണ്ട് പറയരുത്, വെറുതെ പറയരുത്. വെളിപ്പാട് കണ്ടു തുടങ്ങണം. ആത്മമണ്ഡലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാൻ കഴിയണം. ഈ ദേശത്ത് ചില പദ്ധതികൾ നടക്കുമ്പോൾ, ചില വ്യവഹാരങ്ങൾ നടക്കുമ്പോൾ, ഈ പട്ടണത്തിൽ പൈശാചിക പ്രവർത്തികൾ ചിലത് ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടുകുത്തി ആ പൈശാചിക പ്രവർത്തികളെ ആത്മമണ്ഡലത്തിൽ കണ്ട് അതിനോട് യുദ്ധം ചെയ്യണോ. ആത്മമണ്ഡലം കാണണേ. ആത്മമണ്ഡലത്തിലേക്ക് ഉപവാസത്തിന്റെ പ്രാരംഭ പകൽ തന്നെ let the church be moving into the realm of spirit. ദൈവസഭ ആത്മമണ്ഡലത്തിലേക്ക് കയറട്ടെ. ആത്മമണ്ഡലത്തിൽ നടക്കുന്നത് കാണുവാൻ എതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ. ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. എതിർക്കേണം, നാം എതിർക്കേണം സാത്താന്യ ശക്തികളെ.
ഓടിപ്പോകും, നമ്മെ വിട്ടുപോകും. ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ, കോട്ടകൾ ഉയരട്ടെ. വാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനാൽ. ലോകത്തിന്റെ നയത്തിന്റെ ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുപോകാ പാപത്തിൻ്റെ ശാപത്തിൻ്റെ ഭയത്തിൻ്റെ ശക്തികളെ യേശുവിൻ നാമം കൽപ്പിക്കുന്നു. വിട്ടുപോകാ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ. യേശുവിൻ ജയക്കൊടി എതിർക്കോവിൻ യേശുവിൻ നാമത്തിനാൽ. ഞാൻ നിങ്ങൾക്ക് ഒരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കൂ. ഞാൻ മുമ്പേ പറഞ്ഞു, അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് പറഞ്ഞില്ലേ? അലക്സാണ്ടർ ലോകം കീഴടക്കിയ ഒരു മനുഷ്യനാണ്, ചക്രവർത്തി. ഒരു ലോക സാമ്രാജ്യം ഉണ്ടാക്കുവാൻ അയാൾക്കൊരു ഓർമ്മയായ കാലം മുതൽ അയാളുടെ ആഗ്രഹമാണ് ലോകം മുഴുവൻ കീഴടക്കണം. മാസ്ഡോണിലെ ഫിലിപ്പ് രാജാവിൻ്റെ മകൻ. അപ്പൻ മരിച്ചപ്പോൾ 22-ാമത്തെ വയസ്സിൽ മാസ്ഡോണിലെ രാജാവായി അവരോധിക്കപ്പെട്ടു. ആര്? അലക്സാണ്ടർ. അന്നു മുതൽ അയാൾ പണ്ടേയുള്ള ആഗ്രഹമാണ് ലോകം മുഴുവൻ എന്ത് ചെയ്യണം? കീഴടക്കണം. അപ്പോൾ അയാളുടെ മനസ്സിലൊരാഗ്രഹം വന്നു, ലോകം മുഴുവൻ കീഴടക്കണമെങ്കിൽ ഒരു മഹാസൈന്യം വേണം. എന്തോ വേണം? മഹാസൈന്യം വേണം. അതിനെന്നെ വേണം? സൈന്യത്തിൽ ആളിനെ എടുക്കണം. അതുകൊണ്ട് അയാൾ ഒരു ഭയങ്കര എൻറോൾമെൻറ്റ് നടത്തി. ഞാൻ നിങ്ങളോട് പറയാം, മിയർ എൻറോൾമെൻറ്റ്, മിയർ ഇൻക്രീസ് ഓഫ് ദ നമ്പർ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ചർച്ച് will not work. The church desperately need of an enlightenment. And the second stage, again the church need to be an enforcement. Number 1, mere enrollment മാത്രം നടത്തിയത് കൊണ്ട് ദേശം പിടിച്ചടക്കപ്പെടുകയില്ല. ചർച്ചിന് രണ്ടാമത്തെ മണ്ഡലത്തിൽ വേണ്ടത് enlightenment ആണ്. The third thing, the church need to be an enforcement. ഈ 3 വാക്കുകൾ മറക്കരുത്. എൻറോൾമെന്റ്, എൻലൈറ്റൻമെന്റ്, എൻഫോഴ്സ്മെന്റ്. കുറിച്ച് വെച്ചുള്ളൂ. അപ്പം ഞാൻ രണ്ടാമത്തെ സ്ഥലത്തേക്ക് എന്തേ, അപ്പം ഇയാൾക്കൊരു ഭയങ്കര സ്വപ്നമുണ്ടായിരുന്നു. എന്താണ്? ഒരു വലിയ ലോകരാജ്യം ഉണ്ടാക്കണം. അയാൾ എന്ത് ചെയ്തു? മാസ്ഡോണിൽ കഴിയുന്നത്ര ചെറുപ്പക്കാരെ പട്ടാളത്തിലെടുത്തു. എൻറോൾമെന്റ് നടത്തി. ആകെപ്പാടെ 10,000-8,000 പേരെ കിട്ടി. അപ്പോൾ പിന്നെ അയാൾ എന്ത് ചെയ്തു? അത് പറ്റത്തില്ല. ലോകം മൊത്തം കിടക്കണമെങ്കിൽ 7,000 പേരുള്ള പട്ടാളത്തെ കൊണ്ട് നടക്കുമോ? അപ്പോൾ എന്ത് ചെയ്തു? അയാൾ സ്പാർട്ടയിലേക്ക് ഇറങ്ങി, ഏതൻസിലേക്ക് ഇറങ്ങി. ആ ഗ്രീക്ക് രാജ്യത്തിൻ്റെ മറ്റു നാട്ടുരാജ്യങ്ങളിൽ നിന്നൊക്കെ പട്ടാളത്തിൽ എന്ത് ചെയ്തു? ആളിനെ എൻറോൾ ചെയ്തു. അങ്ങനെ ഒരു സൈന്യമൊക്കെ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്തു? അവർക്ക് ട്രെയിനേഴ്സ് 2 പേരുണ്ട്, കുറച്ച് പേരുണ്ട്, പട്ടാളക്കാരെ ട്രെയിൻ ചെയ്യുന്നത്. ഓ പാസ് നിൽക്കാൻ പാടുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് എന്തോ തോന്നുന്നു. അപ്പോൾ ഇവരെ ട്രെയിനേഴ്സിനെ ഏർപ്പാട് ചെയ്തിട്ട് അവരെ ട്രെയിൻ ചെയ്യണം. ആരെ ട്രെയിൻ ചെയ്യണം? പട്ടാളക്കാരെ. അപ്പം ഈ നമ്മുടെ ഈ കേരളത്തിലെ കാര്യം പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് അപ്പി എന്ന് പറയും, മധ്യ കേരളത്തിൽ പറഞ്ഞാൽ അയ്യോ ദൈവമേ. തിരുവനന്തപുരത്ത് എന്നെ ഞാൻ വലിയവരെയൊക്കെ വർക്ക് ചെയ്യുന്നത് എൻ്റെ അപ്പീന്നൊക്കെ എന്നോട് ചോദിച്ചത്. ഒരമ്മാമ ഉണ്ടായിരുന്നു വലിയവരെ. അമ്മാമ എന്നും ഞായറാഴ്ച വരുമ്പോൾ എന്ത് ചെയ്യായിരുന്നു? മത്തി ചുട്ടോണ്ട് തരുമായിരുന്നു, പൊള്ളിച്ച്. ഞാനിവിടെ പഠിക്കുന്നത്. അപ്പം ഭയങ്കര ജീവൻ, എന്നെ അപ്പീന്നായിരുന്നു വിളിക്കുന്നത്. പക്ഷേ ഞങ്ങളെ മധ്യകാലത്തിൽ പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. തൃശ്ശൂർക്കാരുടെയും കുന്നംകുളംകാരുടെ ഭാഷ ഇവിടെ പറഞ്ഞ് നോക്കുമോ? ഇവിടെ ആർക്കും മനസ്സിലാകത്ത പോലും ഇല്ല. എന്ന് പറഞ്ഞതുപോലെ എന്താ പറ്റിയെന്നറിയാമോ? ഈ ഗ്രീക്ക് സാമ്രാജ്യത്തിൽ അറ്റിക് റീജിയൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അറ്റിക് റീജിയനിലുള്ള ഒരു സംസാരിക്കുന്ന ഭാഷയെന്ന് പറയുന്നത് എലഗൻറ്റ് അറ്റിക് ഗ്രീക്ക് എന്ന് പറയുന്ന സാധനം, എലഗൻറ്റ് അറ്റിക് ഗ്രീക്ക്. പക്ഷേ വേറെ കുറേ ആളുകൾ സംസാരിക്കുന്ന മോണോസിലബിൾ ഡോറിക് ഗ്രീക്കാണ്. എന്താണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. മോണോസിലബിൾ ഡോറിക് ഗ്രീക്ക്. അപ്പോൾ ഒരു കൂട്ടർ അറ്റിക് ഗ്രീക്ക്, വേറൊരു കൂട്ടർ മോണോസിലബിൾ ഡോറിക് ഗ്രീക്ക്. ചുരുക്കം പറയാൻ ഇങ്ങനെ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നത് നമ്മൾ ഇന്ത്യയിലെ പട്ടാളം പോലെ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും കേരളത്തിൽ നിന്നും എല്ലാ പുള്ളികളെയും ട്രെയിനിങ്ങിന് കൊണ്ടുവരുമ്പം
മലയാളത്തിലാണ് ഈ ട്രെയിനിങ്ങേഴ്സ് ട്രെയിനിങ് കൊടുത്താൽ എന്തു ചെയ്യും? മനസ്സിലാവത്തില്ല, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവും. തമിഴിൽ കൊടുത്താലോ അമിഴന്മാർക്ക് മാത്രമേ. അവസാനം ഇത് രണ്ടും ഗ്രീക്കാ. അപ്പോൾ പട്ടാള ഓഫീസർ റൈറ്റ് ടേൺ എന്ന് പറയുമ്പോൾ ഏതൻസുകാർ വലത്തോട്ട് തിരിയും, സ്പാർട്ടക്കാർ വലത്തൊക്കെ കൊണ്ട് മോന്തയ്ക്ക് അടിക്കും. പ്രശ്നമായി. അപ്പോൾ ട്രെയിനേഴ്സ് വന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറഞ്ഞ്, യജമാനനെ വലിയ പ്രശ്നമാണ്. കാരണം ഇവർക്ക് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കുറേ പേർക്ക് മനസ്സിലാവും, കുറേ പേർക്ക് മനസ്സിലാകത്തില്ല. പിന്നെ എന്താ ഒരു സൊല്യൂഷൻ? എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാകണം. പോയിരുന്നു. അലക്സാണ്ടർ ആലോചിച്ചു എന്താ മാർഗം. അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ ഒന്ന് കാണാൻ തീരുമാനിച്ചു. അലക്സാണ്ടറിൻ്റെ ടീച്ചർ ആരാണ്? അരിസ്റ്റോട്ടിൽ. അയാൾ ഞാൻ കണ്ടിട്ട് പറഞ്ഞു, ഒരു പ്രശ്നത്തിലാണ്, ലോകം മുഴുവൻ എനിക്ക് കീഴടക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരു സൈന്യത്തിലേക്ക് കുറേയേറെ പട്ടാളക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്? എൻറോൾ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഞാനൊരു ദർശനവും കൊടുത്തിട്ടുണ്ട്. എന്താണ് അവർ കൊടുത്തേക്കുന്ന ദർശനം? നമ്മൾ ലോകം മുഴുവൻ കീഴടക്കാൻ പോവുകയാണ്. ബട്ട് അവരൊരു എൻഫോഴ്സ്മെൻ്റ് ആകാൻ തക്കവണ്ണം അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടോ? അലക്സാണ്ടർ പറഞ്ഞു, ഗിവ് മീ 1 വീക്ക്, എനിക്ക് ഒരാഴ്ച തരൂ. എന്താ പ്രശ്നം? ഭാഷയുടെ പ്രശ്നമല്ലേ? അലക്സാണ്ടർ ഒരാഴ്ച കൊണ്ട് കുത്തിയിരുന്ന് അദ്ദേഹം ഉണ്ടാക്കിയ ഗ്രീക്കാണ് കൊയിനെ ഗ്രീക്ക് എന്ന് പറയും. എന്തോ ഈ കൊയിനെ ഗ്രീക്കാണ് പുതിയ നിയമം എഴുതിയേക്കുന്ന ഗ്രീക്ക് ഭാഷ. ഞാൻ ഈ പറഞ്ഞ ഗ്രീക്ക് പദങ്ങളെല്ലാം ഏത് ഭാഷയിലുള്ളതാണ്? കൊയിനെ ഗ്രീക്കിലുള്ളതാ. ആരാ ഉണ്ടാക്കിയത്? അലക്സാണ്ടർ. അലക്സാണ്ടർ ഈ ഭാഷ ഉണ്ടാക്കി കൊടുത്തു. ഭാഷയുടെ പ്രത്യേകത പറയാൻ പോയാൽ എൻ്റെ പ്രസംഗം 1 മണിക്ക് തീരത്തില്ല. 2 പ്രത്യേകത പറയാം. ലോകത്തിലെ എല്ലാ ഭാഷയിലും 3 കാലമേ ഉള്ളൂ. ഏതൊക്കെ കാലം? ഭൂതകാലം, ഭാവി കാലം, വർത്തമാനകാലം. പക്ഷെ ഗ്രീക്ക് ഭാഷയിൽ 5 കാലമുണ്ട്. പ്രസൻ്റ് ഉണ്ട്, പാസ്റ്റ് ഇംപെർഫെക്റ്റ് എന്ന് പറയുന്നത് ഇംപെർഫെക്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. അതുകൂടാതെ 2 കാലം കൂടെ എക്സ്ട്രാ ഉണ്ട്, പെർഫെക്റ്റ് ടെൻസ് എന്നും എയറിസ്റ്റ് ടെൻസ് എന്നും. ഈ എയറിസ്റ്റ് ടെൻസ് ഞാൻ ഇടയ്ക്ക് മെസ്സേജിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോടും. അതിനൊരു കാരണമുണ്ട്, കാരണം ആ ദൂതുമായിട്ട് ബന്ധപ്പെട്ട്. അന്നേരം ഞാൻ മനസ്സിലാക്കി തരാം. അപ്പം 5 കാലമുണ്ട്. എൻ്റെ തമ്പുരാനെ, ഒരു അസാധാരണ ഭാഷ. ഈ ഭാഷയിലാണ് ഏത് പുസ്തകം എഴുതിയത്? വേദപുസ്തകത്തിലെ പുതിയ നിയമം എഴുതിയ മൂലഭാഷ. അപ്പോൾ ഈ ഭാഷ ഈ പട്ടാളക്കാരെ പഠിപ്പിച്ചു. എന്തോ? ഞാൻ ഒറ്റ വാക്ക് പറയാം. ലോകം മുഴുവൻ കീഴടക്കുവാൻ ഒരു സൈന്യത്തെ ഉണ്ടാക്കുവാൻ അലക്സാണ്ടർ തീരുമാനിച്ചപ്പോൾ, ടു മേക്ക് ദം ആൻ എൻഫോഴ്സ്മെന്റ്, എന്താ ചെയ്ത്? ഹി വാണ്ടഡ് ടു ടച്ച് ദ ടങ് ഓഫ് ദ സോൾജിയേഴ്സ്. ഞാൻ അടുത്ത ദൂത് പറയുമ്പോൾ നിങ്ങൾ കത്തിക്കോളും. On the day of Pentecost, when God wanted to make an enforcement to conquer the nations, you know what did he do? He touched the tongue of the people. ഇന്ന് രാവിലെ അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങും. യു സ്റ്റാർട്ട് ബീയിങ് ആൻ എൻഫോഴ്സ്മെന്റ്. അന്യഭാഷകൾ പറഞ്ഞു തുടങ്ങും. നിങ്ങൾ ലോകത്തെ കീഴടക്കുന്ന ഒരു സൈന്യമായി, ഒരു സൈന്യമായി, ഒരു സൈന്യമായി, ഒരു സൈന്യമായി. യേശുവിന്റെ നാമത്തിൽ ഒരു സൈന്യമായി എഴുന്നേൽക്കുവാൻ ഇന്ന് രാവിലെ ആത്മാവ് നിങ്ങളുടെ അധരങ്ങളെ തൊടട്ടെ. ആത്മാവ് നിങ്ങളുടെ അധരങ്ങളെ തൊടട്ടെ. ആത്മാവ് നിങ്ങളുടെ നാവിനെ തൊടട്ടെ. ആരുമില്ലാതെ ഞാനെടുത്ത ഹൈപ്പിച്ച, അതുകൊണ്ട് നിങ്ങൾക്ക് കൂടെ വരാൻ പറ്റത്തില്ല. ആരുമില്ലാതെ അതെടുക്കും. വാക്തത്വത്തിന് സമയമാണ്. എൻ്റെ 2ാം സെൻസ് ചലിക്കട്ടെ, ചലിക്കട്ടെ. നിങ്ങളുടെ നാവിനെ സ്പർശിക്കട്ടെ. ഇന്ന് രാവിലെ അന്യഭാഷകൾ ആത്മാവിനാൽ അന്യഭാഷ സംസാരിച്ചു തുടങ്ങോ. പട്ടണത്തെ കീഴടക്കുവാൻ, ദേശത്തെ കീഴടക്കലോ വഴിയാ പറഞ്ഞു തന്നെ. തിരുവനന്തപുരം പട്ടണത്തെ കീഴടക്കുവാൻ, ഈ ദേശത്ത് അടക്കി വാഴുന്ന അന്ധകാരത്തെ മുട്ടുതൊട്ടിയാൻ ഒറ്റ പമഴി. Let the Lord, let the Spirit be touching your tongue. ൂടബാന വൈഡ രത്ത ജീമമാന അടക രഗത രഗത ജാന വൈഡ രത്ത ഹസ്ത രത്ത ജീമമാന വൈഡ രത്ത അന്തരാജ രീബാല വൈഡ രത്ത ഈ ബലാദ ഹസ്ത രത്ത ജീമമാന വൈഡ രത്ത ഈ ഗലാദ വൈഡ രത്ത ജീമമാന
ഇന്ന് രാവിലെ സ്വർഗം പറയുന്നു, let every tongue be touched by the fire. അന്യഭാഷകളിൽ നിങ്ങൾ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നടക്കുക. ഈ പട്ടണത്തെ നിങ്ങൾ കീഴടക്കാം. യു ബിക്കം ആൻ എൻഫോഴ്സ്മെന്റ്. നിങ്ങളൊരു സൈന്യമാകുകയാണ്, നിങ്ങളൊരു ശക്തിയാകുകയാണ്. ആരുമില്ല ആരുമില്ലാതേകനാകുമ്പോ മരണനിഴലിൻ ഭീതിയെ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. അസ്ഥി സൈന്യമായി അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ. Come on, keep on. അസ്ഥി സൈന്യം. Let the fire touch your tongue. Let the fire touch your tongue. Let the fire from heaven. മഹത്വം ദേശത്തിൽ അസ്ഥി സൈന്യമായി പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ പരിശുദ്ധ റൂഹ അസ്ഥി സൈന്യമായി എഴുന്നേൽക്കും. മഹത്വം ദേശത്തിൽ അസ്ഥി സൈന്യമായി മഹത്വം ദേശത്തിൽ അസ്ഥി സൈന്യമായി. Touching the tongue. The fire touches the tongue. The fire touches the tongue. The fire touch. The fire touch. The fire touch. The fire touch. The fire. The fire. The fire. The fire. The fire. The fire. ഒരാളിന്റെ നാവെ തൊട്ടാൽ അയാളൊരു സൈന്യമാകുമെങ്കിൽ അലക്സാണ്ടർ സൈന്യത്തിന്റെ നാവെ തൊട്ടപ്പോൾ അവർ ലോകം കീഴടക്കിയെങ്കിൽ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളായി അവന്റെ നാവുകളെ തീർത്ത ആത്മജ്വലനം സംഭവിച്ചവർ ലോകത്തെ കീഴ്മേൽ മരിച്ചെങ്കിൽ ഒരായുധവും വേണ്ട, നാവ് ചലിച്ചാ മതി, അന്യഭാഷയിൽ ചലിച്ചാ മതി. നിങ്ങൾക്ക് അറിയുമോ സംഭവിച്ചെന്താന്ന്? എന്താ സംഭവിച്ചെന്നറിയാമോ? ലോകം മുഴുവൻ അലക്സാണ്ടറിന്റെ കാൽച്ചുവട്ടിൽ. ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം. മിനിമം 3 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. അത് 3 പ്രാവശ്യമായിട്ടല്ല. ഞാൻ നിങ്ങളൊരു ടിപ്പ് പറഞ്ഞു തരിക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ, ഞാൻ ആ ഭാഷ അങ്ങനെ പറയാം, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഈ സഭയുടെ നിലവാരം മാറണമെങ്കിൽ, ഈ പട്ടണത്തെ കീഴിൽ മരിക്കണമെങ്കിൽ മിനിമം 3 മണിക്കൂർ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം. ഏറ്റവും ബെസ്റ്റ് ടൈം രാത്രി 3 മണി മുതൽ വെളുപ്പിന് 6 മണി വരെ.
അതിന് തയ്യാറുള്ള. ഞാൻ പറയുന്ന പാട്ട് പാടുമ്പോൾ രണ്ടാമത്തെ പാട്ടിൻ്റെ 4ാമത്തെ സ്റ്റാൻസ 4 പ്രാവശ്യം ആവർത്തിച്ച് പാടി തനാപന പറയുന്ന പോലെ അന്യഭാഷ പറയുന്ന കാര്യമല്ല. അന്യഭാഷ സ്വിച്ച് ഓവർ ചെയ്താൽ പിന്നെ നിർത്താതെ അന്യഭാഷ മാത്രം പറയുന്ന നിലയിൽ നിങ്ങൾ വെളുപ്പാങ്കാലത്തൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ചിലപ്പോൾ അരമണിക്കൂർ ഇരിക്കുമ്പോൾ നടുവ് പിളക്കും. സാരമില്ല, എഴുന്നേറ്റ് നടക്കും. അന്യഭാഷ പറഞ്ഞാൽ അടുക്കളയ്ക്ക് പോയി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കൂ. ഞാനിത് ചെയ്യുന്ന ആളാണ്. എന്നിട്ട് ചൊറച്ചേരം നടക്കൂ. എന്നിട്ട് വീടിന് ചുറ്റും അന്യഭാഷ പറഞ്ഞ് നടക്കൂ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ അന്യഭാഷ പറഞ്ഞ് നടക്കൂ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടിപ്പ് പറഞ്ഞു തരിക. എല്ലാവരും ദൂത് പറയും, പ്രവചിക്കും. പക്ഷെ എങ്ങനെ നിങ്ങൾക്ക് ആത്മാവിൽ വളരാമെന്നുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. ജീസസ്, നിങ്ങൾ അതിന് തയ്യാറായാൽ ഈ സഭയുടെ മുഖച്ഛായ മാറും. ഈ പട്ടണത്തിൻ്റെ മുഖച്ഛായ മാറും. ഇന്നു മുതൽ നിങ്ങൾക്ക് ബ്രേക്കില്ലാതെ, ദാറ്റ് മീൻസ് മലയാളമോ ഇംഗ്ലീഷോ പറയാതെ അന്യഭാഷ മാത്രം പറയാൻ കഴിയുന്ന ഭാഷാപരമുള്ളവർ എത്ര പേരുണ്ട്? ഒരാളെ കൈവൊക്കെയുള്ളൂ. 2 ഒന്ന് എല്ലാവരും കൈവക്കണ്ട. ഭാഷാപരമുള്ളവർ മാത്രം വെച്ചാൽ അന്യഭാഷയിലേക്ക് സ്വിച്ച് ഓവർ ചെയ്താൽ പിന്നെ യേശുവിൻ്റെ നാമത്തിൽ ഇങ്ങനെ അന്യഭാഷ മാത്രം തുടർമാനമായി പറയാൻ കഴിയുന്നവർ കരമുയർത്തിയാട്ടെ. എനിക്ക് നിങ്ങളെ വേണം. എഴുന്നേറ്റ് നിൽക്കുക. അങ്ങനെയുള്ളവർ മാത്രം എഴുന്നേറ്റ് നിൽക്കൂ. വെരി ലിമിറ്റഡ്. മെൻഫോക്ക് വളരെ കുറവാണ്. ചുമ്മാതെ എഴുന്നേക്കണ്ട. അന്യഭാഷയിൽ മാത്രം പറയാൻ, കണ്ടിന്യൂസ് പറയാൻ കഴിയുന്നവർ നിങ്ങൾ മാത്രം ഇനി മുന്നോട്ട് പോവാം. എല്ലാവരും എഴുന്നേറ്റ് വരരുത്. അന്യഭാഷയിൽ നിരന്തരം പറയാൻ കഴിയുന്നവർ മാത്രം. പാട്ടുപാടി അന്യഭാഷ പറയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് വന്നുകൊള്ളൂ. ഈ ആദ്യത്തെ സെഷനിൽ ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ഇതാണ്. നിങ്ങൾ ഇത്രയും ഭാഷാപരമുള്ളവർ, വണ്ടർഫുൾ, ഇത്രയും പേരുണ്ട് ഈ പട്ടണത്തെ പിടിക്കും. പക്ഷെ ഞാൻ പറയുന്ന അടുത്ത കാര്യം ചെയ്യണം. ഈ കൂട്ടത്തിൽ 3 മണിക്കൂർ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഞാനിത് ചെയ്യുന്ന ആളാണ്. ഈ ബിസി സ്കെഡ്യൂൾ. ഞാൻ സ്കൂളിൻ്റെ മാനേജരാണ്. കടക്കൽ അസംബ്ലിസോഡ് സ്കൂളിൻ്റെ മാനേജരാണ് ഞാൻ. ചെറുവക്കൽ ന്യൂ ലൈഫ് ബിബ്ലിക്കൽ സെമിനാറിൻ്റെ പ്രിൻസിപ്പാളാണ് ഞാൻ. സാറ്റർഡേ സൺഡേസ് സ്ഥിരം മീറ്റിങ്ങിന് പോകുന്ന ആളാണ്. 4 ബൈബിൾ സ്കൂളുകളിൽ ഞാൻ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് വൈകുന്നേരം. UAE നിന്നും അയർലൻഡിൽ നിന്നുള്ള 2 ബൈബിൾ കോളേജുകളിൽ ഞാൻ വൈകുന്നേരങ്ങളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുകൂടാതെ 2 ചെറിയ സഭക്കാരുടെ അവരുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കെയർ ഓഫിൽ വേറെയും 2 പേർക്ക്, അങ്ങനെ 4 ബൈബിൾ കോളേജുകളിൽ ഞാൻ വൈകുന്നേരം ക്ലാസ് എടുക്കുന്ന ആളാണ്. എനിക്കൊരു ഭാര്യയുണ്ട്, 2 പിള്ളേരുണ്ട്. എന്നാലും ഞാൻ വെളുപ്പാങ്കാലത്ത് 3 മണി മുതൽ 6 മണി വരെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടുന്ന ആളാണ്. Despite this busy schedule, if you have a will, there is a way. പ്രാർത്ഥിക്കാൻ അങ്ങനെ ഒരു 3 മണിക്കൂർ ഞാൻ 3 മണിക്കൂർ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ തയ്യാറാണെന്നുള്ളവർ മാത്രം കരമുയർത്തുക. ചുമ്മാതെ കൈവക്കണ്ട. കഴിയുമെങ്കിൽ മാത്രം മതി. ഒരാളിനെ കിട്ടി. ഓക്കെ, യു ആർ റെഡി? കം ഫോർവേഡ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എനിക്ക് ഇവരെ ആദ്യം വേണ്ടത്. പറയും ഇങ്ങോട്ട് നീങ്ങി. ഇനി ആരുണ്ട്? 3 മണിക്കൂർ പ്രാർത്ഥിക്കണം എല്ലാ ദിവസവും. വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേക്കും 6 മണി വരെ മാരത്താൻ പിടിപ്പേര്. ഓക്കെ, ഉറക്കമൊക്കെ വരുമായിരിക്കും. വെള്ളം കുടിച്ചോണ്ട് എഴുന്നേറ്റ് നടക്കണം. വന്നാട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷേ ഇവരെ ആദ്യം തൊടട്ടെ. 4 പേരെ കിട്ടി. ഇനിയുണ്ടോ? പ്രാർത്ഥിക്കണം 3 മണിക്കൂർ. വന്ന് ഇങ്ങോട്ട് നില്ല്. 5 പേരെ കിട്ടി. ബാക്കി ഒത്തിരി ഒന്ന് സ്ഥലം ഒന്ന് ഒഴിഞ്ഞു കൊടുത്തു. എനിക്ക് ഇവരെ വേണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റബലബധരഗടഗ ജരഗടഗ ശംധരബലബരദി അർത്തൽ ഖമശസിയം സിയാതരം റബവശം സിയാതരം തുരിഗം ശിയം സിയാതരം റാലബവശം സിയാതരം തനസ് വാചം സിയാതുരി ഹംശസി തുരജാലവര പ്രവശസിയം തുരിജാരഗലഗടഗ ശംസിയാതരം. Glory to God, glory to God. In the name of Jesus, in the name of Jesus. Oh, Jesus' name. Rala baba shamsiyat hanam talkanasiyat yala. Racham siyam shosiyam sothiyam dalajis. Amen. Jesus' name. Raba baba shosiyam.
Rala Baba Shamsi Amsi Atalamsi. Rotel Pravsha Santlo Pravsha. Turajala Baba Shamsi Amsi Atalam. Turajala Garaga Shamsi Atanati Athara Shasi Amsi Atalam. Turajala Garaga Shamtal Kanasi Amsi. Rotel Pravsha Amsi Atanati. Turajala Gala Pravsha Amsi Atanam. Rikama Manava Samselati. Watal Pravasiam Syria to Richel Canasiatala. Ratalam Rosha Samselatiam Syriatala. Tudalava Pravasiam Syriam Shosial Congress. The name of Jesus. The name of Jesus. The name of Jesus. Oh Jesus. 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 Jesus' name. Rababa Shamsiatani. Ribali becomes Siaturam Shasiati. Barababa Santare. Oh, Jesus' name. Rubalabalaba Shamsiam Siati. Arakasiam Siati. Tawi, in the name of Jesus. 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 Rababalaba Shamsiaturiam Sari. What a prophecy say. Turalabalaba Shamtara Balabala. Turigadabalaba Samtara Adirigadaga Shosams. Turabalaba Samsian Tiriam Shos. Oh, Jesus' name. Ujarabala Siamse. Rabalaba Shamsia. Rabalaba Shamsia Thiriam Dala. Glory to God, glory to God. Sharabadal. Ribalabalaba Shamsia Thiriam. Oh, Rabalaba Shamsara Thiriam. Jesus' name. Rabalaba Shamsara Thiriam. Rishudhanmavir Nilshal Ragal. Rishudhanmavir Thalan Ragal. Parishudhatmavir Chalanam. Parishudhatmavir Chalanam. Parishudhatmavir Chalanam. Parishudhatmavir Rigalabalava Siamse. All the spirits. Turabalabalava Samtaradala. Ratimi Kamsiase. Hallelujah. 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 Oh, Rabalaba Shamsiara. Dalabalaba Shamsiathara. Urabala Siam Seliam Shosi. Julia Semsiel Conutini. Rababalaba Shamsi. Turalabalaba Siamse. Parishudhatmave. Mangala Chalana, Mangala Chalana. Glory. Urababalaba Samdhaladana. Vatamasiamse. Thank you, Holy Spirit. Nandi Parishudhatmave, Nandi. Nandi Parishudhatmave, Nandi. Nandi Parishudhatmave, Nandi. Vattata Samayamana. Oh.
സമയമാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. Jesus' name. Urababa Shamsare. മരണനിഴലിൻ നീതിയേറുമ്പോ അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്, വാഗ്ദത്തത്തിൻ സമയമാണിത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴി, പരിശുദ്ധാത്മാവേ, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. പോയ ദിനങ്ങൾ കണ്ണുനീർ വഴി, പാപനുകത്തിൻ തോൽവിയേറ്റ നാൾ. നീക്കി അടിമയെന്ന നാമം നൽകി പുത്രത്തിൻ അവകാശം. നീക്കി അടിമയെന്ന നാമം oh hallelujah, അവകാശം. കർത്താവേ, അപ്പാ പിതാവേ, വാഗ്ദത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ സമയമാണിത്, വാഗ്ദത്തത്തിൻ്റെ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. oh Jesus name. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഒരു നിമിഷം സമർപ്പിച്ചാട്ട് ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവർ ദൈവസന്നിധിയിൽ നിന്ന് സമർപ്പിക്കാമോ? യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയാമോ? ദൈവസഭയ്ക്കൊരു വലിയൊരു പ്രോജക്റ്റ് ഉണ്ട്. ആത്മതലം ഒന്ന് വെളിപ്പെടേണ്ടത്.
അനുഗ്രഹത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവ് നമ്മുടെ മേലൊന്ന് വെളിപ്പെടേണ്ടത്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ ഒന്ന് തങ്ങളെ തന്നെ താഴ്ത്തട്ടെ. എന്റെ അകക്കണ്ണൊന്ന് പ്രകാശിക്കണം, എന്റെ ആത്മകണ്ണൊന്ന് പ്രകാശിക്കണം. ഓ ജീസസ് നൈ. ഈ ദിവസങ്ങളിൽ അകക്കണ്ണുകൾ പ്രകാശിക്കുന്ന ദിവസങ്ങളാണ്. ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും അനുസരിച്ച് ആത്മാവിനെ നമ്മുടെ മേൽ പകരുന്ന ദിനങ്ങളാണ്. ദൈവസഭയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ചില ആത്മമണ്ഡലങ്ങളിൽ ചെയ്യേണ്ട ചില ദൈവിക പ്രോജക്റ്റുകൾ വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളാണ്. ഇത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാമോ? എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഈ പകൽ കേൾക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കകത്തേക്ക് ഇന്ന് പകൽ എനിക്കൊന്ന് കയറി വരാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിനായി എന്നെ സമർപ്പിക്കുന്നു. എനിക്ക് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിന് എനിക്ക് ആവശ്യമാണ്. എന്റെ അകക്കണ്ണൊന്ന് പ്രകാശിക്കണം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം അങ്ങനെ എത്ര പേർ കൊതിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർ ദൈവകരങ്ങളിൽ തങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പ്രവീൺ ജോസഫ് അവர்கள் മുൻപോട്ട് കടന്നു വന്ന് ഈ പകൽ സെക്ഷൻ ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമല്ലോ. ഹല്ലേലൂയ. ജീസസ് നെയിം. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ദിവസമായി സ്നേഹിക്കുന്ന സുഖിതാന്തയമേ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഉപവാസിൻ്റെ 2ാം സെഷൻ പകൽക്കാലം കർത്തൃപാദപീഠത്തിൽ കടന്നു വന്ന് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് മഹത്വപ്പെടുത്തുവാനായിട്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ദൈവികാരുടെ പാടുകൾ കേട്ട് ബലപ്പെടുവാൻ അങ്ങ് സഹായിച്ചാനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനിലൂടെ ഞങ്ങളോട് കേൾപ്പിച്ചതായ എല്ലാ നല്ല ദൈവവചനത്തിനായിട്ട് അരുളപ്പാടുകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ ദിവസങ്ങളിൽ അങ്ങ് ഞങ്ങളെ കണ്ടതിന്, അങ്ങ് ഞങ്ങളെ തിരിച്ചറിഞ്ഞതിൻ്റെ പിന്നിൽ ഒരു ദൈവത്തിൻ്റെ പദ്ധതിയുണ്ടെന്ന് ആ പർപ്പസ് തിരിച്ചറിഞ്ഞ് ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് അന്ത്യനാളുകളാകയാൽ സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ ഒരു പോരാട്ടത്തിൽ ആയിരിക്കുന്ന, ആ പോർക്കളത്തിലായിരിക്കുന്ന ഉത്തമ ബോധ്യത്തോടെ ഈ ദിവസങ്ങളിലെ പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അപ്രകാരം ഹല്ലേലൂയ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊണ്ട് ജീവിക്കാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. ദൈവമേ സ്തോത്രം ഹല്ലേലൂയ. ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ വെളിപ്പാടുകൾ ഹല്ലേലൂയ അതിൻ്റെ അറിവുകളൊക്കെ ഞങ്ങൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവെ പ്രാർത്ഥനയ്ക്കായിട്ട് തീരുമാനമെടുത്ത ദൈവജനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെടുത്ത തീരുമാനത്തെ കർത്താവ് മാനിക്കണമെങ്കിൽ ഉറച്ചു നിൽപ്പാൻ അങ്ങ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ സഹായിച്ചുവല്ലോ. ദൈവം വൈകുന്നേരത്തെ മീറ്റിങ്ങിനെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. പിരിയാത്ത ദൈവസാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ വഴിയാത്ര ഞങ്ങളുടെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഇത്രത്തോളം സഹായിച്ചനായിട്ട് സ്തോത്രം. പ്രാർത്ഥന യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കരവും ശബ്ദം ഉയർത്തി കർത്താവിന് 3 ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. വൈകിട്ട് കൃത്യം 6:30 തന്നെ വൈകിട്ടത്തെ സെഷൻ പ്രാർത്ഥിച്ച് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസൻ രാത്രി സെഷനിൽ നമ്മുടെ മധ്യ ദൈവജനം ശുശ്രൂഷിപ്പാനുണ്ടായിരിക്കും. പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരും കടന്നു വരുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. അല്പസമയത്തെ വിശ്രമത്തിന് ശേഷം ഇവിടെ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ആരംഭിക്കും. ദയവായി ആ പ്രാർത്ഥനയിലൂടെ സംബന്ധിച്ചിട്ട് മാത്രമേ കടന്നു പോകാവൂവെന്ന് ദൈവമക്കളോട് ഓർപ്പിക്കുന്നു. ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. God bless.